Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് ചാപ്റ്റർ എടുത്തോണ്ടിരുന്നേ ഓർക്കുന്നുണ്ടോ? Responsibilities of hospital. Responsibilities of hospital administration. അല്ലെ? എവിടെ വരെ എടുത്ത് നിർത്തിയത്? ജോബ് സമ്മറി ഓഫ് പേഷ്യന്റ് കൗൺസിലർ എടുത്ത് നിർത്തിയല്ലേ? അതുവരെ എടുത്ത് കംപ്ലീറ്റ് ആയി അല്ലെ? നെക്സ്റ്റ് ബേസിക് സ്കിൽസ് റിക്വയർഡ് ഫോർ നോൺ ക്ലിനിക്കൽ ജോബ്സ് അല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അതെ. ഓക്കെ, നമുക്ക് അവർ തുടങ്ങാം കേട്ടോ. ഓക്കെ, നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗമാണ് ബേസിക് സ്കിൽസ് റിക്വയർഡ് ഫോർ നോൺ ക്ലിനിക്കൽ ജോബ്സ്. അപ്പം ഒരു നോൺ ക്ലിനിക്കൽ ജോബ് ആണ് നമ്മൾ ഈ പറയുന്ന ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന വിഭാഗം, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന മറ്റു എല്ലാ വിഭാഗങ്ങളും. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററെ നമ്മൾ പറഞ്ഞു, പേഷ്യന്റ് കൗൺസിലറിന്റെ കാര്യം പറഞ്ഞു അല്ലെ, ഒരു ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ കാര്യം പറഞ്ഞു അല്ലെ, അങ്ങനെയുള്ള ഒരുപാട് ജോബ് സമ്മറി, ഒരു OPD എക്സിക്യൂട്ടീവിന്റെ കാര്യം പറഞ്ഞു. അങ്ങനെ ഒരുപാട് ജോലിയുമായി ബന്ധപ്പെട്ട ഓരോ പൊസിഷൻസ് നമ്മൾ പറഞ്ഞിരുന്നു. ആ പൊസിഷൻ ഒക്കെ നോൺ ക്ലിനിക്കൽ ജോബുകളിൽ പെട്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ജോബുകൾക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് സ്കില്ല് അവർക്ക് ആവശ്യമാണ്. നമുക്കറിയാവുന്ന സ്കില്ലൊക്കെ തന്നെയാണ് കേട്ടോ. നോക്കിയേ, നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഇൻ ഹോസ്പിറ്റൽസ് നീഡ് എ റേഞ്ച് ഓഫ് സ്കിൽസ് ടു എഫക്റ്റീവ്ലി ഡു ദിയർ റോൾസ്. അപ്പൊ അവരുടെ ജോലി വ്യക്തമായിട്ടും വൃത്തിയായിട്ടും അവർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് വളരെ കാര്യക്ഷമമായി അവരുടെ ജോലി ചെയ്യാനായിട്ട് ഒരു റേഞ്ച് ഓഫ് സ്കില്ല് ആർക്ക് വേണം? ഈ ഹോസ്പിറ്റലിലെ ഈ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് വേണം. Some key skills for non-clinical staff in hospital consist of. ചില പ്രധാനപ്പെട്ട സ്കില്ലുകളാണ് താഴെ പറയുന്ന ഓരോന്ന്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അല്ലെ. ഇപ്പൊ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ആവണമെന്നില്ല, അല്ലാത്ത ഏതൊരു സ്റ്റാഫിനും വേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലെ, ഒരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് അല്ലെ. ഒരു ആശയവിനിമയം ഉണ്ടാവുക അല്ലെ, നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ആശയവിനിമയം രൂപപ്പെടുത്തുക, അതിനുള്ള ഒരു കഴിവ് ആർക്കുണ്ടാകണം? ഈ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ഉണ്ടാവണം. അത് എന്തൊക്കെയായാലും പറയുന്നത് നോക്കിയേ. സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആർ നെസസറി ഫോർ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് to effectively interact with patients, visitors and other staff members. So ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ആർക്ക് വേണം എന്നാ പറയുന്നത്? ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഉണ്ടായിരിക്കണം. കാരണം എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം എന്ന് പറയുന്നത്? എഫിഷ്യന്റ്ലി ഇന്ററാക്ട് വിത്ത് പേഷ്യൻസ്, രോഗികളുമായിട്ട് അതുപോലെ തന്നെ അവിടെ വരുന്ന സന്ദർശകരുമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവരോടൊപ്പം വർക്ക് ചെയ്യുന്ന മറ്റ് സ്റ്റാഫ് മെമ്പേഴ്സിനോടും നല്ല രീതിയിൽ കാര്യക്ഷമമായുള്ള ഇടപെടലുകൾ നടത്തുന്നതിന് വേണ്ടി നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ അല്ലെങ്കിൽ ഒരു ആശയവിനിമയവുമായി ബന്ധപ്പെട്ട ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം? ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഉണ്ടായിരിക്കണം. And they should be able to communicate clearly and empathetically both verbally and in writing. അപ്പൊ നമുക്ക് സംസാരിക്കുമ്പോൾ, നമ്മൾ വാക്കാൽ സംസാരിക്കുമ്പോൾ മാത്രമല്ല, അതുപോലെ റൈറ്റിംഗ് എഴുതുന്ന സമയത്തും ഇതേ രീതിയിൽ നല്ല വ്യക്തമായിട്ടും സിമ്പതറ്റിക്കലി ഒരു സഹാനുഭൂതിയോട് കൂടിയുമുള്ള ഒരു ആശയവിനിമയത്തിനുള്ള ഒരു കഴിവ് ആർക്കുണ്ടാവണം എന്ന് പറയുന്നത്? ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഉണ്ടായിരിക്കണം. അവർക്ക് വേണ്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയാ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണം എന്ന് പറയുന്നത്? പേഷ്യൻസിനോട് ഇടപെടലുകൾ നടത്തുമ്പോൾ, അവിടെ വരുന്ന വിസിറ്റേഴ്സിനോട് അല്ലെങ്കിൽ സന്ദർശകരോട് ഇടപെടലുകൾ നടത്തുവാൻ വേണ്ടിയിട്ടും, അതോടൊപ്പം തന്നെ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാരോട് ഇന്ററാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കാര്യക്ഷമമായിട്ട് അവരോട് ഇടപെടലുകൾ നടത്താൻ അല്ലെങ്കിൽ അവരോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അതിന് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ആർക്കുണ്ടായിരിക്കണം? ബോത്ത് വെർബലി ആൻഡ് റൈറ്റിംഗ്, എഴുതുന്നതിനോ അതുപോലെ തന്നെ സംസാരിക്കുന്നതിനും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ആര് കീപ്പ് ചെയ്യണം? ആരെ കീപ്പ് ചെയ്യണ്ടേ? നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഓക്കെ, രണ്ടാമത്തത് കസ്റ്റമർ സർവീസ് സ്കിൽസ്.
കസ്റ്റമർ സർവീസ് സ്കിൽസിൽ പറയുന്നത് non-clinical staff often act as the first point of contact for patients and visitors. അപ്പൊ ഒരു പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സിന്റെ ആദ്യ പോയിന്റ് ഓഫ് കോണ്ടാക്ട് അല്ലെങ്കിൽ അവര് വരുമ്പോ പലപ്പോഴും നമ്മളൊരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ആണ് അല്ലെ. ഏതൊരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോഴും ഒരു നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണെങ്കിലും നമ്മൾ ആദ്യം നേരെ ഡോക്ടറുടെ അടുത്ത് അല്ലെങ്കിൽ നേരെ ഒരു നഴ്സിന്റെ അടുത്തേക്കാണോ കയറി ചെല്ലുക? അല്ല, നമ്മുടെ ആദ്യത്തെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ഈ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് അല്ലെ. അല്ലെങ്കിൽ നമ്മളൊരു രജിസ്ട്രേഷന് വേണ്ടി അയക്കാം, അല്ലെങ്കിൽ ഒരു അഡ്മിഷന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ആദ്യം നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളുടെ അടുത്തേക്ക് പോവാം. അതിനുശേഷമാണ് ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ നഴ്സസിന്റെ അടുത്തേക്ക് പോകുന്നത് അല്ലെ. അതെ, റിസപ്ഷനിസ്റ്റ് പോലെയുള്ള ആളുകൾ. അങ്ങനെയുള്ള പേഷ്യൻസ് ആണെങ്കിലും വിസിറ്റേഴ്സ് വരുമ്പോഴും നമ്മുടെ ആദ്യത്തെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ഈ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് മുതൽ അവരെന്ത് ചെയ്യണം? അപ്പൊ അവിടെ എന്ത് ചെയ്യണം? അവര് നമ്മൾ ഓരോരുത്തരും വരുമ്പോൾ നമ്മൾ അവരുടെ ഒരു കസ്റ്റമറാണ് അല്ലെ. അപ്പൊ അവര് നല്ലൊരു കസ്റ്റമർ സർവീസ് സ്കില്ലുകൾ കാഴ്ചവെക്കേണ്ടതായിട്ടുണ്ട്. They should maintain excellent customer service skills which include the ability to be calm and composed in difficult situations and handle inquiries and complaints and provide a positive and welcoming environment. അപ്പൊ അവര് നല്ലൊരു കസ്റ്റമർ സർവീസ് സ്കില്ല് കാഴ്ചവെക്കണം. അതിൽ എന്തൊക്കെ കാര്യങ്ങൾക്കുള്ളൊരു കഴിവ് അവർക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്, വരുന്ന പേഷ്യൻസ് ഇപ്പൊ നമ്മളാണെങ്കിൽ ചെല്ലുമ്പോൾ നമ്മളോട് വളരെ ശാന്തമായിട്ട് പെരുമാറണം അല്ലെ. അത് കമ്പോസ്ഡ് ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. അപ്പൊ പലതരത്തിലുള്ള ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ചിലപ്പോ അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അപ്പൊ അതിനനുസരിച്ച് അവർ തിരിച്ച് റിയാക്ട് ചെയ്യാണ് വേണ്ടത്. അല്ല അല്ലെ, വളരെ കാമായിട്ട് അല്ലെ, ഏതൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നാലും വളരെ ശാന്തമായിട്ട് അതിനെ നേരിടാം, സമാധാനത്തോടു കൂടി അതിനെ നേരിടാനും അതിനനുസരിച്ച് അതുപോലെ ഹാൻഡിൽ ഇൻക്വയറീസ്, അന്വേഷണങ്ങളുമായി വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക, കംപ്ലൈന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക, ആൻഡ് പ്രൊവൈഡ് എ പോസിറ്റീവ് ആൻഡ് വെൽക്കമിംഗ് എൻവയോൺമെന്റ്. അവിടെ വരുന്ന പേഷ്യൻസിനും വിസിറ്റേഴ്സിനും വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു വെൽക്കമിംഗ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഒരു അന്തരീക്ഷം അവർക്ക് എന്ത് ചെയ്യണം? അവരെ സ്വാഗതം ചെയ്യുന്ന രീതിയിൽ, ഒരു പോസിറ്റീവ് ആയിട്ട് അവരെ സ്വാഗതം ചെയ്യുന്ന രീതിയിലുള്ളൊരു അന്തരീക്ഷം കൂടി പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ശരിക്കും ഒരു കസ്റ്റമർ സർവീസ് സ്കില്ലിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾ എന്ന് പറയുന്നത് വരുന്ന പേഷ്യൻസിനും അതുപോലെ തന്നെ വിസിറ്റേഴ്സിനും എന്താണ്? ദ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആണ് അല്ലെ. അവർക്ക് ആദ്യമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അവരെന്ന് പറയുന്നത്. അവരെപ്പോഴും നല്ല കസ്റ്റമർ സർവീസ് സ്കില്ല് കാഴ്ചവെക്കുന്ന ആളുകളായിരിക്കണം. അവിടെ വരുന്ന ഓരോ പേഷ്യൻസിന്റെയും എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നാൽ ആ സിറ്റുവേഷനെ വളരെ ശാന്തമായിട്ടും സമാധാനപരമായ രീതിയിലും കൈകാര്യം ചെയ്യാൻ കഴിയണം അല്ലെ. അല്ലാതെ ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ ഒരു പേഷ്യന്റ് വന്ന് സ്വാഭാവികമാണ് അല്ലെ ദേഷ്യപ്പെടാം. അങ്ങനെ ദേഷ്യപ്പെടുന്ന സമയത്ത് തിരിച്ച് അവരോട് ദേഷ്യപ്പെടുകയാണോ നല്ലൊരു സ്കില്ലിൽ പറയുന്നത്? അല്ല അല്ലെ. അവരോട് വളരെ ശാന്തമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക, സമാധാനപരമായിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി നൽകുക. അങ്ങനെയാകുമ്പോൾ പേഷ്യൻസിന് നമുക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. അതുപോലെ വരുന്ന ഇൻക്വയറീസ് അല്ലെങ്കിൽ അന്വേഷണങ്ങൾക്ക് വേണ്ടി നമ്മൾ പോവാറുണ്ട് അല്ലെ. ഒരു റിസപ്ഷനിലോ അല്ലെങ്കിൽ അന്വേഷണ വിഭാഗത്തിൽ നമ്മൾ പല കാര്യങ്ങളും അന്വേഷിക്കാൻ പോവാറുണ്ട് അല്ലെ. ഇപ്പൊ ഡോക്ടേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ അവൈലബിൾ ആണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരിക്കാം, ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരിക്കാം, നമുക്ക് പല ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടാവും. അതൊക്കെ അന്വേഷിക്കാൻ നമ്മൾ ചെല്ലുമ്പോൾ അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് നമുക്ക് നല്ല മറുപടികൾ നൽകുക. അതുപോലെ കംപ്ലൈന്റ്സോ കാര്യങ്ങളോ കൊടുത്താൽ എളുപ്പത്തിൽ അത് കൈകാര്യം ചെയ്ത് അതിനുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് നൽകുക. അതുപോലെ വരുന്ന ഓരോ പേഷ്യൻസിനും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം, അവരെ സ്വാഗതം ചെയ്യുന്ന രീതിയിലുള്ള നല്ലൊരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ശരിക്കും കസ്റ്റമർ സർവീസ് സ്കില്ലിലൂടെ ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് എന്ത് ചെയ്യേണ്ടത്? പ്രവർത്തിക്കേണ്ടത്. ക്ലിയർ ആണോ? കസ്റ്റമർ സർവീസ് സ്കിൽസ് ക്ലിയർ ആണോ? ഞാനൊരു റിപ്ലൈ ഇല്ലാതെ? ഓക്കെ, മൂന്നാമത്തതാണ്, തേർഡ് വൺ ആണ് ഓർഗനൈസേഷണൽ സ്കിൽസ്. ഓർഗനൈസേഷണൽ സ്കിൽസിൽ പറയുന്നത് ഹോസ്പിറ്റൽസ് ആർ ഫാസ്റ്റ് പേസ്ഡ് എൻവയോൺമെന്റ്സ് വിത്ത് എ ലോട്ട് ഓഫ് ടാസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എപ്പോഴും വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് അല്ലെ. എപ്പോഴും പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു മേഖലയാണ് അല്ലെ. ഒരുപാട് ചേഞ്ചസ് എപ്പോഴും പെട്ടെന്ന് വരുന്ന കാര്യങ്ങളാണ് അല്ലെ. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, ഒരു മാസം കഴിഞ്ഞ് ചിലപ്പോൾ ആ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടെ പല കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ വന്നു കാണും അല്ലെ. പുതിയ പുതിയ ടെക്നോളജീസ് കൊണ്ടുവരാം, പുതിയ പുതിയ എക്യുപ്മെന്റുകൾ കൊണ്ടുവരാം, പുതിയ പുതിയ സർവീസുകൾ കൊണ്ടുവരാം. അങ്ങനെ എപ്പോഴും വ്യത്യാസം, ഈ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ്
ഈ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഹോസ്പിറ്റലിൽ ഒരുപാട് ടാസ്കും അതിനനുസരിച്ചുള്ള റെസ്പോൺസിബിലിറ്റീസും അവിടുത്തെ സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കും അല്ലേ. ഒരുപാട് ജോലികൾ അവർ പ്രത്യേകമായിട്ട് ഓരോ ജോലികളും ചെയ്യേണ്ടതായിട്ട് വരും. അതിൻ്റെതായ ഓരോ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളും അവിടെയുള്ള ഓരോ ജീവനക്കാർക്കും അവരുടേതായ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കും. So non-clinical staff should have strong organizational skills to manage their workload, prioritize tasks and meet deadlines. എപ്പോഴും ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾ അവരുടെ ഹോസ്പിറ്റലിലാകുമ്പോൾ എല്ലാ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും അവരുടേതായ ജോലികൾ ഉണ്ടാവും, അവർക്ക് അവരുടേതായ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും അല്ലെ. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ എത്രയോളത്തോളം റെസ്പോൺസിബിലിറ്റിയാണ് പഠിച്ചത് അല്ലെ. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായ റെസ്പോൺസിബിലിറ്റി ഉള്ളപ്പോ അവരുടെ വർക്കിലോട് അവരുടെ ജോലി ഭാരം എങ്ങനെ കൃത്യമായി കൈകാര്യം ചെയ്യാനും അത് ഓർഗനൈസ് ചെയ്യാനുമുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം, ആ സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കണം അല്ലെ. ആ പ്രയോറിറ്റൈസ് ടാസ്ക് ഓരോ ജോലികൾ തരുമ്പോഴും അതിൽ ഏറ്റവും മുൻഗണന കൊടുത്ത് നമുക്കറിയാം ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട എന്ത് കാര്യമാണോ അതിനാണ് നമ്മൾ മുൻഗണന കൊടുത്ത് ആദ്യം ചെയ്ത് തീർക്കേണ്ടത് അല്ലെ. അപ്പൊ മാനേജ്മെന്റ് നമുക്ക് തരുന്ന ഡ്യൂട്ടീസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ ഏതാണോ അതിന് പ്രയോറിറ്റി കൊടുത്ത് അല്ലെങ്കിൽ മുൻഗണന കൊടുത്തുകൊണ്ട് ഓരോ ടാസ്കുകളും ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് മീറ്റ് ഡെഡ്ലൈൻസ്. അതുപോലെ നമുക്ക് ഓരോ ജോലി ചെയ്യാനും നമുക്കൊരു ഡെഡ്ലൈൻ തരും അല്ലെ, ഒരു സമയപരിധി തരും അല്ലെ. ഇന്ന ദിവസത്തിനുള്ളിൽ നിങ്ങൾ അത് ചെയ്തു തീർക്കണം എന്ന് പറയുമ്പോൾ ആ ഒരു ദിവസം കഴിഞ്ഞാണ് തീർത്തു കൊടുക്കേണ്ടത് അല്ല, ആ ഒരു ദിവസത്തിന് മുൻപ് തന്നെ നമ്മൾ അത് തീർക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് ഈ ഡെഡ്ലൈൻസ്. അവർ പറഞ്ഞിരിക്കുന്ന ആ ഒരു കൃത്യമായ ദിവസത്തിനുള്ളിൽ തന്നെ കൃത്യമായിട്ട് ഓരോ ടാസ്കുകളും ചെയ്ത് അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്ത് അത് നടപ്പിലാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ തരുന്ന ടാസ്കുകളിൽ കൃത്യമായിട്ട് മുൻഗണന നൽകി ഏതൊക്കെ ജോലികൾ ആദ്യം ചെയ്യണമെന്ന് മുൻഗണന നൽകി അതിനനുസരിച്ചുള്ള ജോലികൾ എളുപ്പത്തിൽ ചെയ്തു തീർക്കുക. അതുപോലെ അവരുടെ ജോലി ഭാരവും കൃത്യമായിട്ട് മാനേജ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് പോവാനായിട്ടുള്ള ഒരു കഴിവ് ആർക്ക് വേണം, ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ ഓർഗനൈസേഷണൽ സ്കിൽസ്? ഓക്കെ, അടുത്തതാണ് ടെക്നോളജി സ്കിൽസ്. Fourth one ആണ് technology skills. The proficiency in using different computer applications, electronic health record systems and other healthcare technology is vital for non-clinical staff. നമുക്കറിയാം ഹോസ്പിറ്റൽ മേഖലയിൽ പല പല ടെക്നോളജീസ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. പണ്ട് കാലങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് ടെക്നോളജി ഇപ്പൊ എല്ലാം കമ്പ്യൂട്ടർ വൽക്കരിച്ചു കഴിഞ്ഞു അല്ലെ. എല്ലാത്തിലും കമ്പ്യൂട്ടർ പലതരത്തിലുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാനുള്ളൊരു കഴിവ് ആർക്കുണ്ടായിരിക്കണം, ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഉണ്ടായിരിക്കണം അല്ലെ. ഇപ്പൊ നമ്മളാണെങ്കിലും ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ഉണ്ടോ അല്ലെ. ഇപ്പൊ മിക്ക ജോലിക്കും ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു അത് പ്രവർത്തിപ്പിക്കാനുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അറിവ് അല്ലെങ്കിൽ നോളജ് എങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും അല്ലെ. മിക്കൊരു ഏതൊരു ഓഫീസിൽ ചെന്ന് നമ്മളൊരു ജോലിക്ക് നിൽക്കാനും പോവാണെങ്കിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണെങ്കിലും അവർ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ് എന്തൊക്കെ ക്വാളിറ്റി നമ്മൾ എന്തൊക്കെ സർട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിലും അതിന്റെ കൂടെ ഇങ്ങനെയുള്ള ഒരു ടെക്നോളജിക്കൽ ആയിട്ടുള്ള പ്രൊഫഷൻസി നമുക്കുണ്ടോ അല്ലെ. ചോദിക്കാറുണ്ടാവുമല്ലോ അല്ലെ. അല്ലെങ്കിൽ നമുക്ക് ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മളോട് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണത്. കാരണം എല്ലാ മേഖലയും ടെക്നോളജീസ് വർദ്ധിച്ചു കഴിഞ്ഞു, എല്ലാം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു പ്രൊഫഷൻസി അല്ലെങ്കിൽ അതിലൊരു നോളജും കഴിവും ആർക്കുണ്ടായിരിക്കണം, ഈ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതർ ഹെൽത്ത് കെയർ ടെക്നോളജി, മറ്റ് ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട മറ്റ് സാങ്കേതിക വിദ്യകള് പുതിയതായിട്ട് കൊണ്ടുവരുമ്പോൾ അത് കൈകാര്യം ചെയ്യാനും അത് പഠിക്കാനും അത് അറിവ് നേടാനുമുള്ള ഒരു ആഗ്രഹവും കഴിവും ഒക്കെ ആർക്കുണ്ടായിരിക്കണം, ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ദേ ഷുഡ് ബി കംഫർട്ടബിൾ ആൻഡ് ടെക്നോളജി ആൻഡ് വില്ലിംഗ് ടു ലേൺ ന്യൂ സിസ്റ്റംസ് ആസ് റിക്വയർഡ്. ഇതാണ് ഇവിടെ പറയുന്നത്. എന്താ, നമ്മൾ ആ ഒരു സംവിധാനത്തെ പുതിയതായിട്ട് വരുന്ന ഓരോ സാധനം, കാരണം പുതിയതായിട്ട് ഒരുപാട് സംവിധാനങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് എനിക്കിത് അറിയില്ല, ഞാനിത് ചെയ്യുന്നില്ല എന്ന് മാറി നിൽക്കുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞ ഒഴിവാകുവാണ് വേണ്ടത്? അല്ല, നമുക്ക് ഓരോ പുതിയ സംവിധാനങ്ങളും ആ സ്ഥാപനത്തിലേക്ക് ഓരോ പുതിയ സാങ്കേതിക വിദ്യകളും കൊണ്ടുവരുമ്പോ അത് പഠിക്കാനും അതിനനുസരിച്ച് അത് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാനുമുള്ള ഒരു മനസ്സും ഒരു നോളജ് ഉണ്ടാക്കിയെടുക്കണം എന്നൊരു ചിന്തയും അതിനുള്ളൊരു കഴിവും ആർക്കുണ്ടായിരിക്കണം എന്നാ പറയുന്നേ, ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഉണ്ടായിരിക്കണം. ഓക്കെ, ഒരു ടെക്നോളജി സ്കില്ലില് പല പല സാങ്കേതിക വിദ്യകൾ, പ്രധാനമായും
പ്രധാനമായിട്ടും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ്, അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന പല ഹെൽത്ത് ടെക്നോളജീസ് അതിനെ കുറിച്ച് അറിയാനും അത് ചെയ്യാനുമുള്ള ഒരു കഴിവ് ആർക്കുണ്ടാവണം? ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? അടുത്തതാണ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്. അല്ലെ, പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ലേ? ഓരോ സ്കില്ലുകളും പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതിനുള്ളിലുള്ളതൊന്നും നിങ്ങൾ ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. മെയിൻ ആയിട്ടുള്ള ഹെഡിങ്സ് നോക്കണം കേട്ടോ. അതിനുള്ളിലുള്ള കാര്യങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ആ ഹെഡിങ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിനുള്ളിൽ എന്ത് സ്കില്ലാണ്, എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. നോക്കിയപ്പോ പ്രോബ്ലം സോൾവിംഗ് സ്കിൽ എന്ന് പറയുമ്പോൾ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് മേ ഫേസ് വേരിയസ് ചലഞ്ചസ് ആൻഡ് പ്രോബ്ലംസ് വൺ എക്സിക്യൂട്ടിംഗ് ദെയർ ഡ്യൂട്ടീസ്. അവർ അവരുടെ ജോലികൾ ചെയ്യുന്ന സമയത്ത്, ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് അവരുടെ ജോലി ചെയ്യുന്ന സമയത്ത് അവർക്ക് പലതരത്തിലുള്ള ചലഞ്ചസും പ്രോബ്ലംസും വെല്ലുവിളികളും പ്രശ്നങ്ങളും ഒക്കെ നേരിടേണ്ടതായിട്ട് വരാം അല്ലെ. ആ ഒരു ചിലപ്പോൾ അവരുടെ ഓഫീസിലുള്ള സ്റ്റാഫുകളുടെ ഭാഗത്തു നിന്നാവാം, പേഷ്യൻസിന്റെ വിസിറ്റേഴ്സിന്റെ ഒക്കെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും ചലഞ്ചസും അവർ നേരിടേണ്ടതായിട്ട് വരാം. So the ability to think critically, evaluate situations and find adequate solutions is valuable in ensuring smooth operations and addressing issues properly. അപ്പൊ ഈ ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഇവർ എന്തൊരു പ്രോബ്ലം വന്നാലും അവർ ആ ഒരു പ്രോബ്ലം വന്നല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണോ ചെയ്യേണ്ടത്? അല്ല, അവരുടെ ആ ഒരു സിറ്റുവേഷൻ എല്ലാവരുടെയും ജോലിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള പ്രോബ്ലംസും അല്ലെങ്കിൽ ചലഞ്ചസും ഒക്കെ അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യണം? അതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് നോക്കണം അല്ലെ. ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാല് ആ പ്രോബ്ലത്തെ കുറിച്ച് എബിലിറ്റി ടു തിങ്ക് ക്രിട്ടിക്കലി, വളരെ ഗൗരവത്തോടെ കൃത്യമായ ധാരണയോടെ വളരെ ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്ത് ചിന്തിച്ച് ഇവാലുവേറ്റ് ദ സൊല്യൂഷൻ, ആ ഒരു പ്രോബ്ലത്തിന്റെ സിറ്റുവേഷൻ എന്താണ്, ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു മതിയായിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എൻഷുറിംഗ് സ്മൂത്ത് ഓപ്പറേഷൻ. ഒരു പ്രോബ്ലം ഉണ്ടാവാൻ എളുപ്പമാണ് അല്ലെ. അത് സോൾവ് ചെയ്ത് ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ വളരെ സുഗമമാക്കിയും ആ കൊണ്ട് നടക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ. ആ ഒരു അവിടുത്തെ പ്രവർത്തനങ്ങൾക്കൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ ഒരു പ്രശ്നം വന്നാൽ ആ പ്രവർത്തനങ്ങളെല്ലാം വളരെ സുഗമമായി നടന്നു പോകണം. ആൻഡ് അഡ്രസ്സിംഗ് ഇഷ്യൂസ് പ്രോപ്പർലി, അവിടെയുള്ള പ്രശ്നങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് ഓരോ പ്രശ്നം ഉണ്ടാവാനുള്ള ഓരോ സാഹചര്യങ്ങളുണ്ട് അല്ലെ. ആ സാഹചര്യങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തൽ നടത്തി അതിനനുസരിച്ച് കൃത്യമായി ചിന്തിച്ച് ആ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സൊല്യൂഷന് വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ, ആ ഒരു പ്രോബ്ലത്തിന് വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തി നൽകേണ്ടത് ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന്റെ ജോലിയാണ്. ക്ലിയർ ആണോ? ഒരു പ്രോബ്ലം സോൾവിംഗ് സ്കിൽ എന്താണെന്നുള്ളത് ക്ലിയർ ആയോ? നെക്സ്റ്റ് 6th വൺ ആണ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ്. അപ്പൊ കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ് എന്ന് പറയുന്നത് രഹസ്യ സ്വഭാവം, ധാർമ്മികതയും അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് പ്രത്യേകം അല്ലെ. അവിടെ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ എങ്ങനെയായിരിക്കണം സൂക്ഷിക്കേണ്ടത്? കോൺഫിഡൻഷ്യൽ ആയിരിക്കണം അല്ലെ. ഒരു രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് സൂക്ഷിക്കേണ്ടത്. അല്ലാതെ ആർക്ക് വേണമെങ്കിലും അക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ സൂക്ഷിക്കേണ്ടത്? അല്ല, വളരെ സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടാണ് സൂക്ഷിക്കേണ്ടത് അല്ലെ. വളരെ ബന്ധപ്പെട്ട ആ ഒരു പേഷ്യന്റിന്റെ കൺസേണോട് കൂടി മാത്രമേ നമ്മൾ അത് എന്ത് ചെയ്യാൻ പാടുള്ളൂ, റിവീൽ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെയുള്ള നിയമങ്ങളുണ്ട്. അപ്പൊ ഇവിടെ കോൺഫിഡൻഷ്യാലിറ്റി എത്തിക്സ് എന്ന് പറയുന്നത് ഈ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഓഫൻ ഹാവ് എൻട്രി ടു സെൻസിറ്റീവ് പേഷ്യന്റ് ഇൻഫർമേഷൻ. ഇവിടെ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്കും ഇതുപോലെ പേഷ്യൻസിന്റെ ഇൻഫർമേഷനിലേക്കുള്ള ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷനിലേക്ക് ഒരു എൻട്രി കിട്ടാറുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലുള്ള ജീവനക്കാരാവാം, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ക്ലിനിക്കൽ കണ്ടീഷനുമായി അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളാവാം. അതൊക്കെ ആ ഒരു പേഷ്യന്റ് ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട് ഒരു എൻട്രി ഉണ്ട്. അങ്ങനെ ഒരു എൻട്രി ഉണ്ടെങ്കിൽ പോലും അത് മിസ്യൂസ് ചെയ്യാതിരിക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് നെസസറി ഫോർ ദം ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സ്റ്റിക്ക് ടു കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്, കീപ്പിംഗ് പേഷ്യന്റ് പ്രൈവസി ആൻഡ് പ്രൊട്ടക്ടിംഗ് കോൺഫിഡൻഷ്യൽ ഡേറ്റ. അപ്പൊ അവിടെ അങ്ങനെ എൻട്രി ഉണ്ടെങ്കിൽ പോലും ആ എൻട്രി ഉള്ള നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾ എന്ത് ചെയ്യാൻ പാടില്ല? കൃത്യമായിട്ട് ആ ഓരോ പേഷ്യൻസിന്റെയും കൃത്യമായിട്ട് അവരുടെ ആ ഒരു ഇൻഫർമേഷൻസിന്റെ ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി അല്ലെങ്കിൽ രഹസ്യ സ്വഭാവം മനസ്സിലാക്കുക. അതുപോലെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്, ധാർമ്മികതയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ നിലവാരങ്ങൾ സൂക്ഷിക്കുക. അതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ
ഈ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് കീപ്പിംഗ് പേഷ്യന്റ് പ്രൈവസി, അവരുടെ സ്വകാര്യതയെയും മാനിക്കുക, അതുപോലെ തന്നെ അവരുടെ ഡേറ്റാസ് ഒക്കെ വളരെ രഹസ്യ സ്വഭാവത്തോടെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുകയും ചെയ്യുക. ഇതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ആർക്കുണ്ടായിരിക്കണം? ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഉണ്ടായിരിക്കണം. അതാണ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്കൽ സ്കില്ലിലൂടെ പറയുന്നത്. ക്ലിയർ ആണോ? കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ്. ഓക്കെ, അടുത്തതാണ് ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ. നോക്കിയേ, the hospitals are interdisciplinary settings that need collaboration among various departments and staff members. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒത്തിരി ഡിപ്പാർട്ട്മെന്റ്സ് സംയോജിതമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇടപഴകിയാണ് അവിടെ നടത്തുന്നത്, ഓരോ കാര്യങ്ങളും നടത്തുന്നത്. അപ്പൊ അങ്ങനെ ഒരു സെറ്റിംഗിൽ നമ്മളൊരു കൊളാബറേഷൻ അല്ലെങ്കിൽ ഒരു സഹകരണം അല്ലെങ്കിൽ ഒരു ടീം വർക്ക് ആയിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? പല ഡിപ്പാർട്ട്മെന്റുകളും അവിടെയുള്ള സ്റ്റാഫ് മെമ്പേഴ്സും ഒക്കെ എങ്ങനെയായിരിക്കണം പ്രവർത്തിക്കേണ്ടത്? വളരെ നല്ല രീതിയിൽ ഒരു ടീം വർക്കോട് കൂടി, ഒരു കൊളാബറേറ്റഡ് ആയിട്ട്, അല്ലെ, നല്ല സഹകരണ മനോഭാവത്തോടു കൂടി ആയിരിക്കണം പ്രവർത്തിക്കേണ്ടത്. ആൻഡ് the non-clinical staff should be able to work in an effective manner and be participating, communicate and coordinate with colleagues and donate a positive work environment. ഇവരുമായിട്ടൊക്കെ അവിടെയുള്ള മറ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് അല്ലെങ്കിൽ മറ്റ് സ്റ്റാഫ് മെമ്പേഴ്സുമായിട്ടൊക്കെ നല്ല രീതിയിൽ ഒരു ടീം വർക്കോട് കൂടി വളരെ എഫക്റ്റീവ് ആയിട്ട്, വളരെ കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ, വളരെ നല്ല രീതിയിലുള്ള ടീം വർക്കോട് കൂടി പ്രവർത്തിക്കേണ്ടത് ആരാണ്? ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് വേണ്ട ഒരു കഴിവാണ്. നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുക, അതുപോലെ തന്നെ അവരുടെ കൊളീഗ്സുമായിട്ട് എല്ലാ കാര്യത്തിലും കോർഡിനേറ്റ് ചെയ്യുകയും സഹകരിക്കുക, അതുപോലെ ആ ഒരു എൻവയോൺമെന്റ് അന്തരീക്ഷം, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കേണ്ടതും ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് വേണ്ട ഒരു കഴിവാണ്. അവിടെ മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവാം, മറ്റ് സ്റ്റാഫുകൾ ഉണ്ടാവാം, അവരോടൊക്കെ നല്ല രീതിയിൽ സഹകരിച്ച് ഒരു ടീം വർക്കോട് കൂടി നിന്ന് പ്രവർത്തിക്കുകയും നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുകയും നന്നായി എല്ലാവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുകയും സഹകരിക്കുകയും അതിനനുസരിച്ച് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കുകയും ചെയ്യാനുള്ള ഒരു കഴിവ് ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഉണ്ടായിരിക്കണം. ഓക്കെ ആണോ? ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് അഡാപ്റ്റബിലിറ്റി. അഡാപ്റ്റബിലിറ്റി പറയുന്നത് the healthcare industry is continually evolving and non-clinical staff should be adjustable to changes in procedures, policies and technology. അപ്പൊ അഡ്ജസ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെടുക, അല്ലെ? അപ്പൊ ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, തുടർച്ചയായിട്ട് ഇങ്ങനെ പരിണാമങ്ങൾ സംഭവിക്കുന്ന അല്ലെങ്കിൽ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു മേഖല ആയതുകൊണ്ട് തന്നെ ഈ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് കുറെ കാര്യങ്ങൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ പൊരുത്തപ്പെടേണ്ടതായിട്ട്. ഇപ്പൊ പുതിയ പുതിയ മാറ്റങ്ങൾ, ചിലപ്പോൾ പ്രൊസീജിയറിൽ പുതിയ മാറ്റങ്ങൾ വന്നേക്കാം, പോളിസികളിൽ മാറ്റങ്ങൾ വരാം, അല്ലെ? അവിടുത്തെ സാങ്കേതിക വിദ്യകളിൽ മാറ്റങ്ങൾ വരാം. അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവേണ്ടതായിട്ട് വരും, ഈ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് പോവേണ്ടതായിട്ട് വരും, അല്ലെ? അപ്പൊ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് നടക്കാതെ വരുമ്പോൾ പിരിഞ്ഞു പോകേണ്ടതായിട്ട് വരും. അവിടെ ഏതൊരു സ്ഥാപനത്തിൽ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകളിലൂടെ പോകുമ്പോഴാണ് അത് നല്ല രീതിയിൽ. അപ്പൊ പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ അതിനെ കുറിച്ച് പഠിക്കാനും അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ പരിശ്രമിക്കുമ്പോഴാണ് നമുക്ക് അവിടെ തുടരാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ ഒരു തുടർച്ച ഉണ്ടാവണമെങ്കിൽ ഈ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഈ പറയുന്ന പുതിയതായിട്ട് വരുന്ന പ്രൊസീജിയേഴ്സിലെ മാറ്റങ്ങൾ വന്നാലോ, പോളിസികളിൽ മാറ്റം വരാം, ടെക്നോളജി സാങ്കേതിക വിദ്യകളിൽ മാറ്റം വരാം, അതിനോടൊക്കെ ഒരു അഡ്ജസ്റ്റബിലിറ്റി അല്ലെങ്കിൽ ഒരു പൊരുത്തപ്പെടൽ ഉണ്ടായിരിക്കണം. And they should be open to learning new skills and approaches to remain updated in their roles. അപ്പൊ അങ്ങനെ ഓരോരുത്തരും അവരുടെ പുതിയ പുതിയ സ്കില്ലുകൾ പഠിക്കുക, അപ്പൊ അതിനനുസരിച്ച് അപ്രോച്ച് ടു റിമെയിൻ അപ്ഡേറ്റഡ് ഇൻ ദെയർ റോൾ, അവരുടെ ജോലി വ്യക്തമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേഷൻസ് നടത്തുക. പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അത് പഠിക്കാനും നമ്മുടെ ജോലിയിൽ അത് ഇൻക്ലൂഡ് ചെയ്ത് അപ്ഡേറ്റ് ആക്കി നമ്മുടെ ആ ഒരു ടാസ്ക് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു റോള് അപ്ഡേറ്റ് ചെയ്ത് നല്ല രീതിയിൽ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാനും അങ്ങനെയുള്ള ഒരു സമീപനം കാഴ്ചവെക്കേണ്ടത് ഒരു അഡാപ്റ്റബിലിറ്റി സ്കില്ലില് ഒരു നല്ലൊരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ചെയ്യേണ്ട കാര്യമാണ്. ക്ലിയർ ആണോ? അഡാപ്റ്റബിലിറ്റി. എന്താണ് ഒരു റിപ്ലൈ ഇല്ലാതെ? ക്ലിയർ ആവുന്നില്ലേ മിസ് പറയുന്നത്?
നിങ്ങൾ റിപ്ലൈ ചെയ്താലേ മിസ്സിന് മനസ്സിലാവുള്ളൂ, നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ, വ്യക്തമാവുന്നുണ്ടോ, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, നാലാമത്തെ വണ്ണാണ് എംപതി ആൻഡ് കമ്പാഷൻ. എംപതി ആൻഡ് കമ്പാഷനിൽ പറയുന്നത് although non-clinical staff may not give direct medical care, അല്ലെ? ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ശരിക്കും നേരിട്ട് ഒരു രോഗി പരിചരണം നൽകുന്നുണ്ടോ? ഡോക്ടേഴ്സും നേഴ്സസും ഒക്കെയാണ് അതിൽ പ്രധാനമായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ആളുകൾ, അല്ലെ? പാരാമെഡിക്കൽ സ്റ്റാഫുകളൊക്കെയാണ്. ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകള് ഡയറക്റ്റ് ഒരു മെഡിക്കൽ കെയറിൽ ഉൾപ്പെടുന്ന ആളുകളല്ല. So they often interact with patients who may be in difficulty or facing challenging situations. ഇവരെ ചില സമയങ്ങളിൽ ഈ പേഷ്യൻസിന് അല്ലെങ്കിൽ അവിടെ വരുന്ന വിസിറ്റേഴ്സുമായി ബന്ധപ്പെട്ടൊക്കെ ഇവരെ ഇന്ററാക്ഷൻസ് നടത്തേണ്ടതായിട്ട് വരാറുണ്ട്, ഇടപെടൽ നടത്തേണ്ടതായിട്ടുണ്ട് വരാറുണ്ട്, അല്ലെ? Who may be in difficulty. ഇപ്പൊ പേഷ്യൻസിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാണ്, ഫേസിങ് ചലഞ്ചിങ് സിറ്റുവേഷൻ, ഒരു ചലഞ്ചിങ് ഒരു വെല്ലുവിളി നേരിടുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടൊക്കെ ആ ഒരു പേഷ്യന്റിനെ നേരിടേണ്ടി വന്നാൽ അപ്പോ അവരാരുമായിട്ടാണ് അത് ഇന്ററാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇടപെടൽ നടത്തുന്നത്? ഈ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളോടാണ് നമ്മൾ പോയി കംപ്ലൈന്റ്സ് പറയാറ്, അല്ലെ? ഒരു അഡ്മിനിസ്ട്രേഷനിൽ ഒരു റിസപ്ഷനിലൊക്കെ പോയി അല്ലേ നമ്മൾ കംപ്ലൈന്റ്സ് പറയുന്നത്, നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട്, അല്ലെ? അങ്ങനെയുള്ള ഇടപെടലുകൾ ഇവര് നടത്തുന്നുണ്ട്. നേരിട്ട് ഡയറക്റ്റ് ഒരു പേഷ്യന്റ് മെഡിക്കൽ കെയറിൽ ഉൾപ്പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ പേഷ്യൻസുമായിട്ട് നല്ല രീതിയിലുള്ള ഇടപെടലുകൾ ആര് നടത്തുന്നുണ്ട്? ഈ ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് നടത്തുന്നുണ്ട്. സോ ഡെമോൺസ്ട്രേറ്റിംഗ് എംപതി, sympathy and sensitivity towards patients' requirements and emotions is necessary for providing a supportive environment. അപ്പോൾ ഒരു പേഷ്യന്റ് ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിൽ ഒരു റിസപ്ഷനിലേക്ക് വരാണ്. ആ റിസപ്ഷനിലേക്ക് വരുമ്പോ അവർ അവരുടെ ഒരു പ്രശ്നം പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അവർക്ക് ഒരു ആവശ്യകതയുണ്ട്, ഇന്ന ആവശ്യം ഞങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങൾ എനിക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോ അവരോട് അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് അത് തോന്നുന്നതാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല, ഞങ്ങളുടെ ഹോസ്പിറ്റൽ അങ്ങനെയൊന്നും അല്ലാതാണോ മറുപടി പറയേണ്ടത്? അല്ല, അവരോട് എന്ത് ചെയ്യണം? ഒരു സഹാനുഭൂതിയോടെ, അല്ലെ? അവർക്ക് ഒരു സഹതാപത്തോടു കൂടി അവരുടെ ആ പേഷ്യൻസിന്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കുകയും അവരുടെ ഇമോഷൻസ് അല്ലെങ്കിൽ വികാരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അവർക്ക് ഒരു പിന്തുണ നൽകുന്ന ഒരു അന്തരീക്ഷം നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എംപതി ആൻഡ് കമ്പാഷനിലൂടെ പറയുന്നത്. ഇപ്പൊ വരുന്ന ഓരോ പേഷ്യൻസിനോടും അവിടെ നേരിട്ട് നമ്മളൊരു മെഡിക്കൽ കെയറിൽ ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് പങ്കെടുക്കുന്നില്ല എങ്കിൽ പോലും പേഷ്യൻസിന്റെ പല ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇവരെ ഇടപെടലുകൾ നടത്താറുണ്ട്. അങ്ങനെ ഇടപെടലുകൾ നടത്തുന്ന സമയത്ത് പേഷ്യൻസിന് നല്ലൊരു സഹാനുഭൂതിയോടുകൂടി അവരുടെ ഒരു സഹതാപത്തോടു കൂടി അവരുടെ ഇമോഷൻസ് അല്ലെങ്കിൽ അവരുടെ വികാരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ആ പേഷ്യൻസിന്റെ ആവശ്യകതകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്ന രീതിയിൽ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത് എംപതി ആൻഡ് കമ്പാഷൻ സ്കില്ലിൽ ഉൾപ്പെടുന്നതാണ്. ക്ലിയർ ആണോ? എംപതി ആൻഡ് കമ്പാഷൻ. ഓക്കെ, then ലാസ്റ്റ് വൺ ആണ് കൾച്ചറൽ കോമ്പീറ്റൻസ്. കൾച്ചറൽ കോമ്പീറ്റൻസിൽ പറയുന്നത് the hospitals have diverse patient population with different cultural background. അല്ലെ? ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്ന എല്ലാവരും ഒരേ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളാണ്? അല്ല, പല കൾച്ചറിൽ നിന്ന് വരുന്ന ആളുകളാണ്, അല്ലെ? പല കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളാണ്, അല്ലെ? അങ്ങനെ ഒരുപാട് പോപ്പുലേഷനെ നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലില് പല പോപ്പുലേഷൻസ് പല കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് പോസസ് കൾച്ചറൽ കോമ്പീറ്റൻസ്, അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് റെസ്പെക്ടിംഗ് വേരിയസ് കൾച്ചറൽ പ്രാക്ടീസസ്, ബിലീഫ്സ് ആൻഡ് വാല്യൂസ് ടു ഗിവ് ഇൻക്ലൂസീവ് ആൻഡ് പേഷ്യന്റ് സെന്റർഡ് കെയർ. ഇപ്പൊ ഇവിടെ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾ എപ്പോഴും അവരുടെ കൾച്ചറുമായി ബന്ധപ്പെട്ട ഒരു കോമ്പീറ്റൻസ്, ഒരു കൾച്ചർ എങ്ങനെയാണ്, വരുന്ന ഓരോ പേഷ്യൻസിന്റെയും കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിനനുസരിച്ച് അവരുടെ കൾച്ചറൽ പ്രാക്ടീസസ്, അവരുടെ രീതികളെ ബഹുമാനിക്കാനും അവരുടെ ബിലീഫ്സ്, അവരുടെ വാല്യൂസ് മുതലായ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യാൻ അതുപോലെ തന്നെ മനസ്സിലാക്കാനും ഒരു കഴിവ് ആർക്ക് വേണം? ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് വേണം. അതിനനുസരിച്ച് അവരുടെ ബിലീഫ്സ് എന്താണ്, അവരുടെ വാല്യൂ എന്താണ്, അവരുടെ കൾച്ചറൽ രീതികൾ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനോട് റെസ്പെക്ട് ചെയ്തുകൊണ്ട് അതിനെ മനസ്സിലാക്കി അതിനനുസരിച്ച് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പേഷ്യന്റ് സെന്റേർഡ് കെയർ, രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പരിചരണം
കൊടുക്കാനുള്ള ഒരു കഴിവ് കൂടി ആർക്കുണ്ടായിരിക്കണം? ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഉണ്ടായിരിക്കണം. അപ്പൊ അവിടെ വരുന്ന പല പോപ്പുലേഷൻ പല കൾച്ചറിൽ നിന്ന് വരുന്ന ആളുകളാണ്. അവരുടേതായ ഓരോരുത്തരുടെയും കൾച്ചർ ആൻഡ് ബിലീഫ്സ് വാല്യൂസ് എന്നൊക്കെ പറയുന്നത് വ്യത്യസ്തമായിരിക്കും അല്ലെ. അപ്പൊ അവരുടെ ആ ഓരോ സംസ്കാരവും എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മാറ്റേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അവർ ഓരോരുത്തരും വരുമ്പോ അവരുടെ ബിലീഫ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക, അത് നമ്മൾ മനസ്സിലാക്കുക, അതിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രോഗി പരിചരണം കൊടുക്കുകയും ചെയ്യുക. അതിനുള്ളൊരു കഴിവ് ആർക്കുണ്ടായിരിക്കണം? ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഉണ്ടായിരിക്കണം. അതാണ് കൾച്ചറൽ കോമ്പീറ്റൻസിൽ പറയുന്നത്. ക്ലിയർ ആണോ? കൾച്ചറൽ കോമ്പീറ്റൻസ്. So there are just some of the skills that non-clinical staff in hospital should possess to contribute to the efficient functioning of the healthcare facility and provide excellent support to patients and clinical staff. But ഇവിടെ ഈ ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന്, ഹോസ്പിറ്റലിലുള്ള നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് വളരെ കുറച്ചുള്ള സ്കിൽസ് മാത്രമാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് കൂടാണ്ട് വളരെ കാര്യക്ഷമമായിട്ട് നമുക്കൊരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ പെർഫോം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പ്രവർത്തിക്കണമെങ്കിൽ ഒരുപാട് സ്കില്ലുകൾ, ഇത് കൂടാതെ തന്നെ പല സ്കില്ലുകളും അവർക്ക് വേണം. ആൻഡ് പ്രൊവൈഡ് എക്സലന്റ് സപ്പോർട്ട് ടു പേഷ്യൻസ് ആൻഡ് ക്ലിനിക്കൽ സ്റ്റാഫ്. ഇങ്ങനെയുള്ള എല്ലാ സ്കില്ലുകളും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് അവിടെയുള്ള പേഷ്യൻസിനോടും അതുപോലെ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റ് ക്ലിനിക്കൽ സ്റ്റാഫുകളോടൊക്കെ ഒരു നല്ല രീതിയിലുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ പിന്തുണ നൽകണമെങ്കിൽ ആ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ഇതുപോലെയുള്ള സ്കില്ലുകൾ അല്ലെങ്കിൽ കഴിവുകൾ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മുടെ ഒരു ലാസ്റ്റ് ഭാഗമായിരുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ക്ലിയർ ആണോ? ആ ഒരു 10 എണ്ണം പറഞ്ഞത് ക്ലിയർ ആണോ? സ്കിൽസ് ആ ഒരു 10 എണ്ണത്തിന്റെ പേരൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഹെഡിങ്സ് പഠിക്കുക, അതിനുള്ളിലുള്ള കാര്യങ്ങൾ നിങ്ങൾ വായിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. 10th വൺ ഒന്നുകൂടി പറയാലോ. 10th വൺ എന്ന് പറഞ്ഞാൽ കൾച്ചറൽ കോമ്പീറ്റൻസ്. അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ വരുമ്പോ പല കൾച്ചർ, പല സംസ്കാരങ്ങളിൽ നിന്ന് വരുന്ന ആളുകളല്ലേ. എല്ലാവരും ഒരേ കൾച്ചറിൽ നിന്ന് വരുന്ന ആളുകളാണോ? അല്ലെങ്കിൽ ഒരേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളാണോ? അല്ല, അല്ലെ. പല പല ബാക്ക്ഗ്രൗണ്ട്, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഓരോരുത്തരുടെയും വിശ്വാസങ്ങള്, അവരുടെ മൂല്യങ്ങള്, അവരുടെ രീതികളിൽ വ്യത്യാസം ഉണ്ടാവും ഇല്ലേ. ഇപ്പൊ നമ്മുടെ രീതിയും നമ്മുടെ വിശ്വാസങ്ങളും ആയിരിക്കും മറ്റൊരു വരുന്ന ആളുകൾക്ക് അല്ല. പല പല മതാചാരങ്ങൾ പ്രകാരം ചിലപ്പോൾ പല രീതിയില് വിശ്വാസങ്ങളുള്ള ആളുകളുണ്ടാവും അല്ലെ, പല രീതി. അപ്പൊ അവരുടെ എല്ലാ ആളുകളുടെയും ആ കൾച്ചറൽ ബിലീഫ് എന്താണോ, വാല്യൂ എന്താണോ, അവരുടെ രീതി എന്താണോ, അതിനെയൊക്കെ ഹോസ്പിറ്റലിൽ ജീവനക്കാർ എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്യണം, ബഹുമാനിക്കണം. അതുപോലെ തന്നെ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കി അത് ഉൾപ്പെടുത്തിക്കൊണ്ട്, ഇപ്പൊ ചില മതസ്ഥർക്ക് നമുക്കറിയാം അല്ലെ, ചില ആളുകൾക്ക് അവരുടേതായ കുറെ രീതികൾ ഉണ്ടാവും. ഇപ്പൊ ഹോസ്പിറ്റലിൽ വന്നാലും അല്ല പുറത്ത് എവിടെ പോയാലും അവരവരുടേതായ കുറെ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ അത് അവിടെ ഹോസ്പിറ്റലിൽ വരുമ്പോഴും എന്ത് ചെയ്യണം? അവരുടെ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളെയും മൂല്യങ്ങളെയും അവരുടെ രീതികളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പരിചരണം കൊടുക്കാനായിട്ട് ഈ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾ ശ്രമിക്കണം എന്ന് പറയും. ക്ലിയർ ആണോ? അതാണ് കൾച്ചറൽ കോമ്പീറ്റൻസിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 8th പോയിന്റോ? 8th പോയിന്റ് എന്ന് പറഞ്ഞാൽ അഡാപ്റ്റബിലിറ്റി. അതായത് ഇപ്പോൾ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി, ഒരു ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എപ്പോഴും തുടർച്ചയായിട്ട് വ്യത്യാസം അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുന്ന മേഖലയാണ് അല്ലെ. എപ്പോഴും പുതിയ പുതിയ പ്രൊസീജിയേഴ്സ് വരാം, പുതിയ എക്യുപ്മെന്റ്സുകൾ വരാം, പുതിയ സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരാം അല്ലെ. അങ്ങനെ അവരുടെ പ്രൊസീജിയേഴ്സിൽ മാറ്റങ്ങൾ വരാം, പോളിസികളിൽ മാറ്റങ്ങൾ വരുത്താം, ടെക്നോളജിയിൽ മാറ്റങ്ങൾ വരാം. അങ്ങനെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മാറ്റങ്ങൾ അല്ലെങ്കിൽ പരിണാമങ്ങൾ സംഭവിക്കുന്ന ഒരു മേഖലയാണ് ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഓരോ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളും ഇങ്ങനെ വരുന്ന മാറ്റങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചേഞ്ചസുമായിട്ട് പൊരുത്തപ്പെടേണ്ടത് വളരെ അനിവാര്യമാണ്. അപ്പൊ പുതിയതായിട്ട് വരുന്ന പോളിസികളോ പ്രൊസീജിയേഴ്സോ ടെക്നോളജീസോ ഒക്കെ പുതിയതായിട്ട് കൊണ്ടുവരുമ്പോൾ ഇവരെന്ത് ചെയ്യണം? അതിനനുസരിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാവണം അല്ലെ. പുതിയ ന്യൂ സ്കിൽസ്, പുതിയ സ്കില്ലുകൾ പഠിക്കാൻ തയ്യാറാവണം. അതിനനുസരിച്ച് അവരവരുടെ ഓരോ ജോലിയിലെ അവർക്ക് ഓരോരുത്തർക്കും ഓരോ റോള് കൊടുത്തിട്ടുണ്ടാവുമല്ലേ, അവർ ചെയ്യുന്ന കുറെ ടാസ്കുകൾ, അതിന് അപ്ഡേഷൻസ് കൊണ്ടുവരാനും ആര് ശ്രമിക്കണം? അതിനനുസരിച്ചുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു പൊരുത്തപ്പെടല് അല്ലെങ്കിൽ ഒരു അഡാപ്റ്റബിലിറ്റി ആരതിൽ കൊണ്ടുവരണം? അവരുടെ ജോലിയിൽ ഈ പറയുന്ന ഓരോ നോൺ ക്ലിനിക്കൽ സ്റ്റാഫും കൊണ്ടുവരണം. ക്ലിയർ ആണോ?
ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഈ ഒരു ലാസ്റ്റ് ഭാഗമായിരുന്നു കേട്ടോ ഈ ഒരു ചാപ്റ്ററിന്റെ. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഒരു ചാപ്റ്ററിലേക്ക് കടക്കാണ്. ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും ഓൾറെഡി റണ്ണിങ് അല്ലേ, എടുത്തുകൊണ്ടിരിക്കുകയല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. ഇപ്പോ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തില് പ്രധാനമായിട്ടും നമ്മുടെ മെഡിക്കൽ ഗ്യാസുകളെ കുറിച്ചൊക്കെ തന്നെയാണ് പറയുന്നതും. കുറച്ച് കൃത്യമായിട്ടുള്ള നിങ്ങൾ അധികം കിട്ടാത്ത കുറെ ഗ്യാസുകളെ കുറിച്ചൊക്കെ നമ്മൾ അധികം ഫെമിലിയർ ആയിരിക്കില്ല അല്ലെ. നമ്മൾ അല്ലാത്ത മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ വാസ്റ്റ് കേട്ടിട്ടുണ്ടാവും. ഏതൊക്കെ മെഡിക്കൽ ഗ്യാസുകളാണ്, പേര് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിന്റെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും പറയുന്നത്. ചെറിയൊരു ചാപ്റ്റർ ആണ്, എന്നാൽ പോലും കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഇപ്പൊ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തില് ആദ്യമായിട്ട് തന്നെ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ഭാഗമാണ്. എന്താണ് ഒരു മെഡിക്കൽ ഗ്യാസ്, അതുമായി ബന്ധപ്പെട്ട് എവിടെയാണ് നമ്മൾ ഏതൊക്കെ ഏരിയയിലാണ് പ്രധാനമായിട്ട് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ വിശ്വസിക്കുക, ഒരു പിക്ചർ കണ്ടോ? പിക്ചർ ക്ലിയർ അല്ലേ? കാണാൻ പറ്റത്തില്ലേ? ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ഇങ്ങനെയുള്ള പിക്ചേഴ്സ് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ പിക്ചറിൽ കാണുന്ന പോലെയുള്ള സ്വിച്ച് പോലെയുള്ള ഭാഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോ? റൂമുകളിലോ വാർഡുകളിലോ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററുകളിലോ ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓക്കെ, കണ്ടിട്ടുള്ളവരാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നമ്മൾ ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലുകളില് നമ്മൾ സാധാരണ ചെറിയ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലാണെങ്കിൽ ഇപ്പൊ ഒരു ഓക്സിജൻ സിലിണ്ടറുകളൊക്കെ യൂസ് ചെയ്ത് കണ്ടിട്ടില്ലേ? ഓക്സിജൻ സിലിണ്ടറുകളൊക്കെ വെച്ച് കണ്ടിട്ടില്ലേ? ഇരിക്കുന്നത് കണ്ടിട്ടില്ല? അത് കാണാത്തവരില്ലല്ലോ. ഓക്സിജൻ സിലിണ്ടറുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ നമുക്കൊരു ഓക്സിജൻ സിലിണ്ടർ ഒന്നും ഇപ്പൊ ഇങ്ങനെ ഒരു മെഡിക്കൽ ഗ്യാസ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാൽ നമുക്ക് ഇതുപോലെയുള്ള സിലിണ്ടറുകൾ ഡയറക്ട്ലി നമുക്ക് നേരിട്ട് കാണുന്ന രീതിയിൽ വെച്ച് നമുക്ക് അതുവഴി ഗ്യാസ് കാര്യങ്ങളോ നമ്മുടെ ആ ഒരു അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഒരു ആവശ്യം വരുന്നില്ല. മറിച്ച് നമ്മുടെ വീടുകളില് എളുപ്പത്തിൽ പറയുന്നതാണ് കേട്ടോ, കുറച്ചൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. നമ്മുടെ വീടുകളിലെ ഇലക്ട്രിസിറ്റി എങ്ങനെ കൊടുക്കുന്നത്? പൈപ്പിംഗ് വഴിയല്ലേ. ഇലക്ട്രിസിറ്റി എങ്ങനെ കൊടുക്കുന്നത്? പൈപ്പിംഗ് വഴിയല്ലേ. നമ്മൾ ബിൽഡിംഗ് പണിത് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇലക്ട്രീഷ്യനെ വിളിച്ചത് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അതുപോലെയാണ് ഒരു ഹോസ്പിറ്റലിലും എന്ത് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു സംവിധാനം പൈപ്പിംഗ് സിസ്റ്റംസ് വഴിയാണ് ചെയ്യുന്നത്. അപ്പൊ പ്രധാനമായിട്ടും ഒരു സോഴ്സ് ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ഇലക്ട്രിസിറ്റി എങ്ങനെയാ എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് മിസ് പറയുന്നത്. പ്രധാനമായിട്ടും ഒരു ഇലക്ട്രിക് സപ്ലൈ ഉണ്ടാവും അല്ലെ, ഒരു സോഴ്സ് ഉണ്ടാവും ഇല്ലേ. ഒരു സോഴ്സിൽ നിന്നല്ലേ കറണ്ട് വരുന്നേ, ആണോ? അപ്പൊ പ്രധാന സോഴ്സ് ഉണ്ടാവും. ഇവിടെ ആ ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള സിലിണ്ടേഴ്സ് പോലെയുള്ള കംപ്രസ്ഡ് എയർസ് നിറച്ചിട്ടുള്ള സിലിണ്ടേഴ്സ് പോലെയുള്ള ഒരു ഏരിയ ഉണ്ടാവും. ആ ഒരു സോഴ്സിൽ നിന്നും പല പൈപ്പ് സിസ്റ്റം വഴി നമ്മുടെ ഓരോ റൂമുകളിലേക്കും പ്രധാനപ്പെട്ട ഓരോ മേഖലയിലേക്കും എന്ത് ചെയ്യുന്നു? ആ പൈപ്പിംഗ് സംവിധാനത്തിലൂടെയാണ് ഈ മെഡിക്കൽ ഗ്യാസ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിതരണം ചെയ്യുന്നത്. ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അതൊരു കണക്ഷൻ ഇല്ലാത്ത പോലെ പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ശരിക്കും നമ്മുടെ ആ ഒരു വീട്ടില് നമ്മുടെ എന്താണ് പൈപ്പിംഗ് സിസ്റ്റം നമ്മൾ ഇലക്ട്രിസിറ്റി കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോ റൂമിലേക്കും എന്ത് ചെയ്യാറുണ്ട്? സ്വിച്ചസിന് വേണ്ടി ഇല്ലേ, സ്വിച്ചസിന് വേണ്ടിയൊക്കെ നമ്മുടെ ഔട്ട്ലെറ്റുകൾ വെക്കാറില്ലേ? വെക്കാറുണ്ടോ? ഓരോ റൂമിലും നമ്മുടെ ഔട്ട്ലെറ്റുകളില്ലേ, സ്വിച്ച് കാര്യങ്ങളില്ലേ? വാട്ടർ സപ്ലൈക്കും ഉണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു എന്ത് മെഡിക്കൽ ഗ്യാസുകളും ഒരു ഹോസ്പിറ്റലില്. അപ്പൊ അതിനനുസരിച്ച് പുതിയ പുതിയ സംവിധാനങ്ങൾ വന്നതിനനുസരിച്ച് ഇപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഗ്യാസ് സിലിണ്ടറോ കാര്യങ്ങളോ ഒന്നും ഡയറക്റ്റ്ലി നമുക്ക് വെച്ച് ചെയ്യുന്ന കാര്യമില്ല. മറിച്ച് ഇതുപോലെയുള്ള സ്വിച്ച് കാര്യങ്ങളൊക്കെ അതാത് റൂമുകളിൽ ഔട്ട്ലെറ്റുകളായിട്ടുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് അതിൻ്റെതായിട്ടുള്ള വയറും കാര്യങ്ങളൊക്കെ ട്യൂബും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഹോസും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് അതിൽ നിന്ന് ഏത് ഗ്യാസ് ആണോ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അത് നമുക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടോ? ഇത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞു തന്നതാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡൗട്ട് വരും കേട്ടോ. ഇത്രയും ഓക്കെയാണ്. അങ്ങനെ നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് പോവാം. ഓക്കെ, ഒരു ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് മെഡിക്കൽ ഗ്യാസസ് ആർ ഗ്യാസസ് അഡ്മിനിസ്ട്രേറ്റ് ടു പേഷ്യൻസ്. ഇപ്പൊ രോഗികൾക്ക് വേണ്ടി, ഇപ്പൊ രോഗികൾക്ക് രോഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നതാവാം, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകളുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നതാവാം, അല്ലെങ്കിൽ അനസ്തേഷ്യയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നൽകുന്ന ഗ്യാസുകളെയാണ് മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുന്നത്.
that the centralized medical gas systems are increasingly turning out to be an essential requirement in hospital in the same way that other necessary services and utilities like electricity, water supply and air conditioning. ഒരു ഹോസ്പിറ്റലില് സാധാരണ നമുക്കൊരു ഹോസ്പിറ്റലിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു പബ്ലിക് യൂട്ടിലിറ്റി അല്ലെങ്കിൽ പൊതു ഉപയോഗം നടന്ന സാധനങ്ങളാണ് ഇലക്ട്രിസിറ്റി, വാട്ടർ സപ്ലൈ, എയർ കണ്ടീഷനിങ് മുതലായിട്ടുള്ളവ അല്ലെ. അത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമല്ലേ ഒരു ഹോസ്പിറ്റലില് അല്ലെ. ഇപ്പൊ ഇലക്ട്രിസിറ്റി ഇല്ലാതെ ഹോസ്പിറ്റൽ പ്രവർത്തിക്കും, ഒരു വാട്ടർ സപ്ലൈ വേണം, എയർ കണ്ടീഷനിങ് വേണം അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും അനിവാര്യമാണ്. അതുപോലെ തന്നെ ഒരു റിക്വയർമെന്റ് അല്ലെങ്കിൽ അതുപോലെ തന്നെ അനിവാര്യമായിട്ടുള്ള ഒരു ഒന്നാണ് എന്തെന്ന് പറയുന്നത് ഒരു സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാവുക എന്ന് പറയുന്നത്. And the medical gases which are gases used in medical procedures are used for treatment, for anesthesia and some for driving medical devices and tools. ഈ ഒരു മെഡിക്കൽ ഗ്യാസസ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഗ്യാസുകളുടെ ടൈപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ മെഡിക്കൽ ഗ്യാസസ് എല്ലാം മെഡിക്കൽ പ്രൊസീജിയേഴ്സിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ടാണ് അവരുടെ മെഡിക്കൽ ഗ്യാസസ് എന്ന് തന്നെ ആ ഒരു പേര് വന്നിരിക്കുന്നത് അല്ലെ. മെഡിക്കൽ പ്രൊസീജിയേഴ്സിന് വേണ്ടി, അത് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവയാവാം, അനസ്തേഷ്യപരമായിട്ട് യൂസ് ചെയ്യുന്നവയുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ ഡിവൈസുകൾ അല്ലെങ്കിൽ ടൂൾസ്, എക്യുപ്മെന്റ്സോ കാര്യങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയും മെഡിക്കൽ ഗ്യാസുകൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന മെഡിക്കൽ പ്രൊസീജിയേഴ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഗ്യാസസിനെയാണ് മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഇൻട്രൊഡക്ഷൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത് പേഷ്യൻസിന് വേണ്ടി നടക്കുന്ന അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ചികിത്സ എന്തൊരു ആവശ്യത്തിനും, പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ് പരമായിട്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊസീജിയർ പരമായിട്ടാവാം, അനസ്തേഷ്യ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ പേഷ്യൻസിന് എന്തെങ്കിലും ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടാവാം, അങ്ങനെ നൽകുന്ന ഗ്യാസസിനെയാണ് മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു ഹോസ്പിറ്റലില് ഇലക്ട്രിസിറ്റി, വാട്ടർ സപ്ലൈ, അതുപോലെ തന്നെ എയർ കണ്ടീഷനിങ് മുതലായവ വളരെ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി എന്താണ് മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്? വിച്ച് ആർ ഗ്യാസസ് യൂസ്ഡ് ഇൻ മെഡിക്കൽ പ്രൊസീജിയേഴ്സ്, മെഡിക്കൽ പ്രൊസീജിയേഴ്സിന് വേണ്ടി, അതായത് ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടി ഉപയോഗിക്കാം, അനസ്തേഷ്യ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കാം, അതുപോലെ മെഡിക്കൽ ഡിവൈസുകളോ ടൂൾസോ എക്യുപ്മെന്റ്സോ ഒക്കെ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ അങ്ങനെയുള്ള മെഡിക്കൽ പ്രൊസീജിയേഴ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഗ്യാസസിനെയാണ് മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇൻട്രൊഡക്ഷൻ ഭാഗം ഓക്കെ ആണോ? അടുത്തതാണ് മെഡിക്കൽ ഗ്യാസ് യൂസ് ഏരിയാസ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഗ്യാസസ് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓൾമോസ്റ്റ് മിക്ക ഏരിയാസിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. നോക്കിയേ, ദ ഡിപ്പാർട്ട്മെന്റ് ദാറ്റ് യൂസ് മെഡിക്കൽ ഗ്യാസസ് ഇൻ ഹോസ്പിറ്റൽ കൺസിസ്റ്റ് ഓഫ് റൂംസ്. നമ്മുടെ റൂമുകളിലുണ്ടാവും റിക്കവറി റൂം. റിക്കവറി റൂം എന്ന് പറഞ്ഞാൽ എന്താണ് റിക്കവറി റൂം? ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളല്ലേ. റിക്കവറി റൂം ഒക്കെ കേട്ടിട്ടില്ലേ? ഹോസ്പിറ്റലിലെ സാധാരണ റൂമുകളില് റിക്കവറി റൂം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്ത ഏരിയയിലെ? നിങ്ങളൊക്കെ ഓൾറെഡി പഠിച്ചതല്ലേ റിക്കവറി റൂം? റെസ്റ്റ് റൂം ആണ്. എന്ത് കഴിഞ്ഞിട്ടുള്ളതാണ്? ഒരു പ്രത്യേകതയുണ്ടല്ലോ അവിടെ. വെറുതെ എല്ലാവരെയും കൊണ്ടുപോയി എടുത്തു റിക്കവറി റൂമില്. സർജറിയും കാര്യങ്ങളും കഴിഞ്ഞവര് അല്ലെ, ഓപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞ ആളുകളെ മോണിറ്ററിംഗ് നിരീക്ഷ ഒബ്സർവേഷന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം താമസിപ്പിക്കുന്ന കിടക്കുന്ന ഇടമാണ് റിക്കവറി റൂം എന്ന് പറയുന്നത് അല്ലെ. ആണോ? ഇതല്ലേ പഠിച്ചിട്ടുള്ളത്? എന്താണ് ഓർമ്മയില്ലേ? മറന്നുപോയല്ല. ഓക്കെ, അങ്ങനെയുള്ള റിക്കവറി റൂമുകളിൽ ആവശ്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സും ഇന്റർവെൻഷൻ ഏരിയാസ്, ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ അത് സംബന്ധിച്ച ഇടങ്ങളില്, അതുപോലെ ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി വാർഡുകൾ, പ്രസവാനന്തര വാർഡുകളില്, അതുപോലെ പ്രസവ ചികിത്സ നൽകുന്ന വാർഡുകളില്, ICUവില്, ജനറൽ വാർഡുകൾ, പൊതു വാർഡുകളില് മുതലായ ഇടങ്ങളിലെല്ലാം നമ്മളിൽ ഒരു മെഡിക്കൽ ഗ്യാസസ് നൽകുന്ന അല്ലെങ്കിൽ മെഡിക്കൽ ഗ്യാസസ് ഉപയോഗിക്കുന്ന ഇടങ്ങളാണ്. And equipment is connected to the medical gas pipeline system via station. Intervention means നമ്മുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടാണുള്ളതാണ് കേട്ടോ. ചികിത്സാ സംബന്ധമായിട്ടുള്ള ഇടങ്ങൾ കേട്ടോ.
ഇപ്പൊ നോക്കി, equipment is connected to the medical gas pipeline system via station outlet. അതായത് ഇപ്പൊ ഇവിടെ ഒരു പിക്ചർ കാണിച്ചിരിക്കുന്നത് കണ്ടോ? പിക്ചർ കാണിച്ചിരിക്കുന്നത് കണ്ടോ? ഇതാണ് ശരിക്കും സ്റ്റേഷൻ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോ റൂമിലും, ഇപ്പൊ ഒരു വാർഡിലാണെങ്കിൽ വാർഡിലാവാം, അല്ലെങ്കിൽ ഓരോ റൂമുകളിലും ഇങ്ങനെയുള്ള ഔട്ട്ലെറ്റുകൾ ഉണ്ടാവും. അത് നമുക്ക് കുറച്ചും കൂടി സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മെഡിക്കൽ എയർ, അതുപോലെ ഓക്സിജൻ, അത് നൈട്രജൻ, അങ്ങനെ ഓരോ പേര് ഇപ്പൊ ഓരോ സ്വിച്ച് പോലെ കാണുന്നില്ലേ? പിക്ചർ ക്ലിയർ ആണോ പിള്ളേര്? കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ. അപ്പൊ ആ ഓരോ പിക്ചറിലും നോക്കിയാൽ അറിയാം നമ്മുടെ ഒരു സ്വിച്ച് പോലത്തെ ഒരു സംവിധാനമാണ്. ആ സ്വിച്ച് പോലത്തെ സംവിധാനത്തില് ഓരോ മെഡിക്കൽ ഗ്യാസുകളുടെയും പേരുണ്ടാവും. എയർ, ഓക്സിജൻ, നൈട്രജൻ, അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ്, അങ്ങനെ ഓരോ ഗ്യാസുകളുടെയും പേരെഴുതി ഇങ്ങനെ ഒരു സ്വിച്ച് പോലത്തെ ഒരു എന്താണ് ഒരു ഭാഗം ഉണ്ടാവും. നമ്മുടെ വാളിൽ മൗണ്ട് ചെയ്ത്, നമ്മുടെ സ്വിച്ചസ് ഒക്കെ ഇരിക്കുന്നത് പോലെ വാളിൽ മൗണ്ട് ചെയ്തിട്ടുള്ള ഒരു ഭാഗം ഉണ്ടാവും. അതിനെയാണ് സ്റ്റേഷൻ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേഷൻ ഔട്ട്ലെറ്റ് ഇപ്പൊ മിക്ക റൂമുകളിലൊക്കെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. കണ്ടിട്ടില്ലാത്തവരെ എന്താണ് നെറ്റിൽ അടിച്ചു നോക്കിയാലും കാണാൻ പറ്റും കേട്ടോ. റൂമുകളിലും മിക്ക ഹോസ്പിറ്റലുകളുടെയും റൂമുകളുടെ ഉള്ളിലൊക്കെ ചെന്നാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. അത് എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ പണ്ടൊക്കെ നമ്മളൊരു എന്താണ് ശരിക്കും ഒരു മെഡിക്കൽ ഓക്സിജൻ ആണ് ആവശ്യമെങ്കിൽ, ഒരു ഓക്സിജൻ ആണ് നമുക്ക് ആവശ്യം, ഒരു ഓക്സിജൻ ഗ്യാസ് ആണ് ആവശ്യമെങ്കിൽ ഒരു ഓക്സിജൻ സിലിണ്ടർ ആണ് നമ്മൾ കൊണ്ടുവന്ന് വെക്കാറ്, അല്ലേ? മുമ്പൊക്കെ അങ്ങനെ ഒരു ഓക്സിജൻ സിലിണ്ടറല്ലേ കൊണ്ടുവന്ന് വെക്കാറ്. പകരം ഇവിടെ നമുക്ക് ഈ ഒരു ഔട്ട്ലെറ്റില് നമുക്ക് അതിനനുസരിച്ചുള്ള ട്യൂബും കാര്യങ്ങളും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഹോൾസും കാര്യങ്ങളും കണക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പവർ. ഇപ്പൊ ഓക്സിജൻ ആണ് വേണ്ടതെങ്കിൽ ആ ഓക്സിജൻ ഔട്ട്ലെറ്റിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് അതിലൂടെ ഓക്സിജൻ വിതരണം ലഭ്യമാകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മുടെ പ്ലഗ് കാര്യങ്ങളൊക്കെ കുത്താറില്ലേ? അതുപോലെ തന്നെ ഇവിടെ ഓരോരോ പേര് എഴുതിയ ഗ്യാസിന്റെ ഓരോ ഔട്ട്ലെറ്റുകൾ ഉണ്ടാവും. ആ ഒരു ഔട്ട്ലെറ്റിൽ ഏത് ഗ്യാസ് ആണ് നമുക്ക് അപ്പോൾ ആവശ്യമായിട്ട് വരുന്നത് അതിനനുസരിച്ചുള്ള സെക്കൻഡറി എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യണം കേട്ടോ. ഹോൾസ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് ഫ്ലോമീറ്ററും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്താൽ നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാം? കൃത്യമായിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഗ്യാസസ് നമുക്ക് അതിലൂടെ പുറത്തേക്ക് കൊണ്ടുവരാം. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ ഇവിടെ എക്യുപ്മെന്റ് ഈസ് കണക്ട് ടു ദ മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ. ഒരു പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെയാണ് മെഡിക്കൽ ഗ്യാസ് പോകുന്നത്. നമുക്ക് സാധ്യം പറഞ്ഞില്ലേ? ഒരു പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെയാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെ പോകുന്ന ഗ്യാസുകൾ നമുക്ക് കിട്ടണമെങ്കിൽ, അതിനൊരു എക്യുപ്മെന്റ് നമുക്ക് അവിടെ കണക്ട് ചെയ്യണമെങ്കിൽ അത് ഏത് സ്ഥലത്താണ് കണക്ട് ചെയ്യുന്നത്? ഈ സ്റ്റേഷൻ ഔട്ട്ലെറ്റിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്, അല്ലെ? ആ ഒരു പൈപ്പ് ലൈനിൽ നിന്നും ആ ഗ്യാസ് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ഈ സ്റ്റേഷൻ ഔട്ട്ലെറ്റ് വഴിയാണ് അത് പുറത്തേക്ക് എടുക്കുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? എന്താണെന്നുള്ളത് ക്ലിയർ ആണെങ്കിൽ മാത്രമേ ഈ സ്ഥലത്തിലേക്ക് പോകുള്ളൂ. ഓക്കെ ആണോ? അണ്ടർസ്റ്റാൻഡിങ് ആണോ? ഓക്കെ. അടുത്ത് പറയുന്നത് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഇൻക്ലൂഡ് വാക്വം സിസ്റ്റം ആൻഡ് വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ. ഇവിടെ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന് രണ്ടായിട്ടാണ് പ്രധാനമായിട്ടും വാക്വം സിസ്റ്റംസ് ഉണ്ട്. അതില് വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ അല്ലെങ്കിൽ അനസ്തെറ്റിക് ഗ്യാസ് സ്കാവെഞ്ചിങ് സിസ്റ്റം രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ എന്നും പറയാറുണ്ട്, അനസ്തെറ്റിക് ഗ്യാസ് സ്കാവെഞ്ചിങ് സിസ്റ്റം എന്നും പറയാറുണ്ട്. ജസ്റ്റ് വെറുതെ കൊടുത്തിട്ടുള്ള രണ്ടെണ്ണം ഇതിൽ ഉൾപ്പെടുന്നു മാത്രം, രണ്ട് സംവിധാനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പക്ഷെ എന്താണെന്ന് വെച്ച് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. ആദ്യം വാക്വം സിസ്റ്റം. മെഡിക്കൽ വാക്വം സിസ്റ്റം എന്ന് പറഞ്ഞാല് ശരിക്കും നമ്മളൊരു വാക്വം ട്യൂബ് ഒക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? എന്തിനു വേണ്ടി ഒരു വാക്വം ക്ലീനർ ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറില്ലേ? ഒരു വാക്വം ക്ലീനർ ഒക്കെ യൂസ് ചെയ്യാറില്ലേ? ഓക്കെ, അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നേ? ഓരോ സാധനങ്ങൾ എന്ത് ചെയ്യാൻ സക്ക് ചെയ്തെടുക്കാൻ, അല്ലെ? ക്ലീനിങ്ങിന് വേണ്ടിയാണ്. ക്ലീനിങ്ങിന് വേണ്ടി നമ്മൾ ആ ഒരു വാക്വം, അതിൽ നിന്ന് ആ വാക്വം ഉപയോഗിച്ചുകൊണ്ട് ഓരോ സാധനങ്ങളും എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? അതുപോലെ ഇപ്പോൾ സക്ഷൻ മെഷീൻ ഒക്കെ നിങ്ങൾ പഠിച്ചില്ലേ? സക്ഷൻ മെഷീൻ പഠിച്ചു. എന്തിനു വേണ്ടിയാ സക്ഷൻ മെഷീൻ എടുക്കുന്നേ? എന്തിനു വേണ്ടിയാണ്? മറന്നുപോയോ? ഫ്ലൂയിഡ്സ് എടുക്കാൻ വേണ്ടിട്ട്, അല്ലെ? ഇവിടെ മെഡിക്കൽ വാക്വം സംവിധാനങ്ങൾ എന്ന് പറയുന്നത്
സക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ പല മെഡിക്കൽ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന സക്ഷൻസ് കാര്യങ്ങൾ സാധനങ്ങൾ വലിച്ചെടുക്കാൻ, അതായത് ഇപ്പോ ഫ്ലൂയിഡ്സ് ആവാം, ഗ്യാസസ് ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേഷ്യൻസുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ഡെബ്രിറ്റ്സ് അവശിഷ്ടങ്ങളോ എന്തെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംവിധാനം പ്രധാനമായിട്ടുള്ളത്. അത് നമ്മുടെ മെഡിക്കൽ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട്, ഒരു മുറിവുമായി ബന്ധപ്പെട്ട്, ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. ഒരു സർജറിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അവർക്ക് എന്താ ഫ്ലൂയിഡ് റിമൂവ് ചെയ്യുക, എക്സസ് ആയിട്ടുള്ള പസ്സോ ബ്ലഡോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ സർജറിയുടെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വാക്വം സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വലിച്ചെടുക്കാൻ അല്ലെങ്കിൽ ആ ഫ്ലൂയിഡ് റിമൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വൗണ്ടിന്റെ ഡ്രെയിനേജ്, ഇപ്പൊ മുറിവിന്റെ അവിടെയൊക്കെ വൗണ്ട്സിന്റെ ഇടയിൽ അവിടെ ഡ്രെയിൻ ചെയ്ത് ഫ്ലൂയിഡ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഉണങ്ങുന്നതിന് വേണ്ടി, പെട്ടെന്ന് ഹീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നമുക്ക് അവിടെ ഇൻഫെക്ഷനോ കാര്യങ്ങളോ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ വൗണ്ട് ഡ്രെയിനേജിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില ആളുകളുടെയൊക്കെ എയർവേയുടെ ക്ലിയറൻസിന് വേണ്ടി, ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ അല്ലെ, എന്തെങ്കിലും പുറത്തു നിന്നുള്ള എന്തെങ്കിലും ഫോറിൻ പാർട്ടിക്കിൾസ് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്കത് സക്ക് ചെയ്തെടുക്കാൻ പറ്റില്ലേ പുറത്തേക്ക്? കേട്ടിട്ടില്ലേ ആ ഒരു സംവിധാനം? എയർവേ ക്ലിയറൻസ്, അങ്ങനെയുള്ള സെക്രീഷൻസ്. ഇപ്പൊ ചിലപ്പോൾ ചില ആളുകൾക്ക് കഫമൊക്കെ ആയിരിക്കും തങ്ങി നിൽക്കുക അല്ലെ, അപ്പൊ ഈ പറയുന്ന സക്ഷൻ മെഷീൻസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ആ ഒരു എയർവേയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. ഫോറിൻ മെറ്റീരിയൽസ് ആവാം, അല്ലെങ്കിൽ ഇതുപോലെ അവരുടെ സെക്രീഷൻസ് തന്നെ ആവാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഇത് ശരിക്കും എന്താണ്, ഒരു റെസ്പിറേറ്ററി സപ്പോർട്ട് നമുക്ക് കൊടുക്കുന്നു. അപ്പൊ അതൊരു ചെസ്റ്റിലോ ലെൻസിലോ കാര്യങ്ങളിലുള്ള എന്തെങ്കിലും എയറോ, ഇപ്പൊ ന്യൂമോതൊറാക്സ്, ഹീമോതൊറാക്സ് ഒക്കെ പഠിച്ചില്ലേ, ഓർക്കുന്നുണ്ടോ? ന്യൂമോതൊറാക്സ്, ഹീമോതൊറാക്സ്, നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റിയിലുള്ള എയറോ ഫ്ലൂയിഡോ ബ്ലഡോ കാര്യങ്ങളൊക്കെ നമുക്ക് ഡ്രെയിൻ ചെയ്ത് അല്ലെ വലിച്ചെടുത്ത് അവിടെ എന്ത് ചെയ്യാം, ഡ്രെയിൻ ചെയ്തെടുക്കാനൊക്കെ സഹായിക്കുന്ന ഒരു സംവിധാനം, അങ്ങനെ ഒരു സപ്പോർട്ടീവ് സംവിധാനമാണ് മെഡിക്കൽ വാക്വം സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ അല്ലെങ്കിൽ അനസ്തെറ്റിക് ഗ്യാസ് സ്കാവഞ്ചിങ് സിസ്റ്റം എന്ന് പറയുന്നത്, അതിന്റെ എക്സ്പാൻഡഡ് ഫോമും ഷോർട്ട് ഫോംസും ഒന്ന് എഴുതി വെച്ചോട്ടോ. ഷോർട്ട് ഫോം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സിസ്റ്റം എന്ന് പറഞ്ഞാല് WAGD. WAGD കേട്ടോ, ഇതിന്റെ ആദ്യത്തെ ലെറ്റേഴ്സ് എഴുതിയാൽ മതി. WAGD ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. അനസ്തെറ്റിക് ഗ്യാസ് സ്കാവഞ്ചിങ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? AGSS. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. കിട്ടിയായിരുന്നോ? നോട്ട് ചെയ്തായിരുന്നോ? ഓക്കെ. ഇൻ കേസ് എങ്കിലും ചോദിക്കുകയാണ്, അങ്ങനെയാണ് ഒരു ഷോർട്ട് വേർഡ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇതാണെന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഈ രണ്ടും എന്താണെന്നൊന്നും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കില്ല, മിസ് പറഞ്ഞു തന്നതാണെന്നൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ്. അത് ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് ഇനി പറയുമ്പോൾ ഓരോ കാര്യങ്ങളും കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അനസ്തെറ്റിക് ഗ്യാസ് സ്കാവഞ്ചിങ് സിസ്റ്റത്തിൽ പറയുന്നത്, ഇപ്പൊ അനസ്തെറ്റിക് ഗ്യാസ് സ്കാവഞ്ചിങ് സിസ്റ്റം അല്ലെങ്കിൽ വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ എന്ന് പറഞ്ഞാല് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ പേഷ്യൻസിന് എന്ത് ചെയ്യാറുണ്ട്, അനസ്തേഷ്യ കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സസ് ആയിട്ടുള്ള അനസ്തെറ്റിക് ഗ്യാസുകളൊക്കെ ആ ഓപ്പറേഷൻ എൻവയോൺമെന്റിൽ നിന്ന്, ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് റിമൂവ് ചെയ്യാനും കളക്ട് ചെയ്യുന്നതിനും വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു ഓപ്പറേറ്റിംഗ് റൂം എൻവയോൺമെന്റിൽ നിന്നും നമ്മുടെ പേഷ്യൻസിന് കൊടുക്കുന്ന അനസ്തെറ്റിക് ഗ്യാസുകളുടെ എക്സസ് ആയിട്ടുള്ള, അതായത് പേഷ്യൻസിന് കൊടുത്ത് അത് കൂടാതെ എക്സസ് ആയിട്ട് വരുന്ന ഇങ്ങനെയുള്ള അനസ്തെറ്റിക് ഗ്യാസും കാര്യങ്ങളും ആ ഒരു ഓപ്പറേഷൻ റൂം എൻവയോൺമെന്റിൽ നിന്നും കളക്ട് ചെയ്യാനും റിമൂവ് ചെയ്യാനും വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സംവിധാനം എന്ന് പറയുന്നത്. കാരണം ഈ പറയുന്ന അനസ്തെറ്റിക് ഗ്യാസ് ആ ഒരു ഓപ്പറേഷൻ എൻവയോൺമെന്റിൽ തങ്ങി നിൽക്കുമ്പോൾ അത് അവിടെയുള്ള മറ്റു വർക്ക് ചെയ്യുന്ന ഹെൽത്ത് പ്രൊഫഷണൽസിനും സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ പേഷ്യൻസിനും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് മറ്റെന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ വരാതിരിക്കുന്നതിന് വേണ്ടി, അതിൽ നിന്നൊക്കെ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എക്സസ് ആയിട്ടുള്ള അനസ്തെറ്റിക് ഗ്യാസ് ഈ പറയുന്ന വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സംവിധാനത്തിന്റെ സഹായത്തോടു കൂടി അവിടെ നിന്ന് കളക്ട് ചെയ്ത് റിമൂവ് ചെയ്യുന്നു. ക്ലിയർ ആണോ? രണ്ട് കാര്യങ്ങളും ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി, എന്താണ് എന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിട്ട് മിസ് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ ആണോ? അത് ഗ്യാസ് വഴി കൊടുക്കുന്നുണ്ടല്ലോ, ഗ്യാസ് അല്ലേ യൂസ് ചെയ്യുന്നത്, ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ട് അനസ്തേഷ്യ കേട്ടോ. അനസ്തേഷ്യ കൊടുക്കുന്നതിൽ നമ്മുടെ മെഡിക്കൽ ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഓരോന്നും നമ്മൾ ടൈപ്പുകൾ പഠിക്കുമ്പോ പറയാം കേട്ടോ. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ?
ഇത് ഏതെങ്കിലും മിസ് പറയണേ? ഓക്കെ ആണോ? എങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഓക്കെ, AGSSO രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസലും അനസ്തെറ്റിക് ഗ്യാസ് സ്കാവഞ്ചിങ് സിസ്റ്റവും ഒന്ന് തന്നെയാണ്. നമ്മൾ അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് നമ്മൾ മെഡിക്കൽ ഗ്യാസ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ അനസ്തെറ്റിക് ഗ്യാസസ് ഉപയോഗിക്കുമ്പോൾ ആ ഒരു അനസ്തെറ്റിക് ഗ്യാസസ് ആ ഒരു ഓപ്പറേഷൻ റൂം എൻവയോൺമെന്റിൽ വെച്ച് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് എക്സസ് ആയിട്ട് വരുന്ന അനസ്തെറ്റിക് ഗ്യാസുകൾ കളക്ട് ചെയ്യാനും റിമൂവ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ അല്ലെങ്കിൽ അനസ്തെറ്റിക് ഗ്യാസ് സ്കാവഞ്ചിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അതപ്പോൾ മറ്റുള്ള അവിടെ ആ ഒരു ഓപ്പറേറ്റിംഗ് റൂം അന്തരീക്ഷത്തിലുള്ള മറ്റുള്ള ഹെൽത്ത് പ്രൊഫഷണൽസിന് ചിലപ്പോൾ അത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ അവർ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സംവിധാനം ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, then next നമ്മൾ ഓരോരോ ടൈപ്പ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസുകളുടെ ടൈപ്സ് ഏതൊക്കെയാണ്, പ്രധാനപ്പെട്ടവയാണ്. നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ടവയാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അതിലൊന്നാമതാണ് മെഡിക്കൽ എയർ. കേട്ടിട്ടുണ്ടോ ഓരോ പേരുകളും? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഇതൊക്കെ കേട്ട് കാണും അല്ലെ നമ്മള്, അല്ലെ? കേട്ടിട്ടുണ്ടാവും. നൈട്രജൻ ഇതൊക്കെ കേട്ടിട്ടില്ലേ? നൈട്രസ് ഓക്സൈഡ്, വാക്വം, കംപ്രസ്ഡ് എയർ, ഇതൊക്കെ പല ടൈപ്പാണ് കേട്ടോ. അതിലൊന്നാമതാണ് മെഡിക്കൽ എയർ. മെഡിക്കൽ ഈ ഭാഗം ഒന്ന് ഓരോ ടൈപ്സും ചോദിക്കാനുള്ള ഭാഗമാണ്. മെഡിക്കൽ എയർ എന്ന് പറഞ്ഞാൽ മീൻസ് എ ക്ലീൻ സപ്ലൈ ഓഫ് കംപ്രസ്ഡ് എയർ. ഒരു കംപ്രസ്ഡ് എയർ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ആദ്യം അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. നെക്സ്റ്റ് അവിടെ മിസ് തന്നെയാണ് കേട്ടോ. ബ്രേക്ക് വേണോ? ഗ്യാസ് സിലിണ്ടർ പോലെ അല്ലെ? ഗ്യാസ് സിലിണ്ടർ പോലെ നമ്മുടെ സാധാരണ പ്രഷറിലല്ല, നമ്മുടെ സാധാരണ അറ്റ്മോസ്ഫിയർ പ്രഷറിൽ നിന്നും കുറച്ച് കൂടുതൽ പ്രഷർ കൊടുത്ത് നമ്മുടെ എയറിനെ കീപ്പ് ചെയ്യുന്നതിനെയാണ് കംപ്രസ്ഡ് എയർ. നമ്മുടെ സാധാരണ നമ്മളൊരു ഗ്യാസ് സിലിണ്ടർ ഒക്കെ നമ്മൾ ആലോചിച്ചാൽ മതി. അവിടെ നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷറിലാണ് ഗ്യാസ് കീപ്പ് ചെയ്യുന്നത്? അല്ല, അതിലും ഉയർന്ന മർദ്ദത്തിലാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് അല്ലെ? അങ്ങനെ കീപ്പ് ചെയ്യുന്ന ഗ്യാസിനെയാണ് കംപ്രസ്ഡ് എയർ അല്ലെങ്കിൽ എയറിനെയാണ് കംപ്രസ്ഡ് എയർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മെഡിക്കൽ എയർ എന്ന് പറഞ്ഞാൽ ഒരു കംപ്രസ്ഡ് എയർ ആണ്. അതായത് സാധാരണ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ അല്ലാതെ അതിന് കുറച്ചുകൂടി ഉയർന്ന പ്രഷറിൽ അല്ലെങ്കിൽ മർദ്ദത്തിൽ എയറിനെ കീപ്പ് ചെയ്യുന്നു. ഇത്രയും ക്ലിയർ ആണോ? ആദ്യം എന്താണെന്നുള്ളത് ആ മനസ്സിലാക്കിയിട്ട് റിസൾട്ട് നോട്ട്സ് വായിക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടെ എളുപ്പം കേട്ടോ. അപ്പൊ അങ്ങനെ അത് കീപ്പ് ചെയ്യാണ്. ഇതിന്റെ ഒരു പ്രത്യേകത മെഡിക്കൽ എയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു റെസ്പിറേറ്ററി സപ്പോർട്ടാണ് മെഡിക്കൽ എയർ കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും ഈ ഒരു മെഡിക്കൽ എയർ വളരെ ക്ലീൻ ആയിരിക്കും, പ്യൂരിഫൈഡ് ആയിട്ട് ഫിൽട്ടർ ചെയ്ത് വളരെ ക്ലീൻ ആയിട്ടുള്ള പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഒരു കംപ്രസ്ഡ് എയർ ആണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. ദാരി പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട് മിസ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പൊ ഒരു കംപ്രസ്ഡ് എയർ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെ കംപ്രസ്ഡ് എയർ ആണ്. പക്ഷെ അത് എങ്ങനെയുള്ള കംപ്രസ്ഡ് എയർ ആണ്? വളരെ ഫിൽട്ടർ ചെയ്ത് ക്ലീൻ ആയിട്ടുള്ള പ്യൂരിഫൈഡ് ആയിട്ടുള്ള കംപ്രസ്ഡ് എയർ ആണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ നമുക്ക് വളരെ സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എയർ ആണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. കാരണം അത് വളരെ ക്ലീൻ ആണ്, പ്യൂരിഫൈഡ് ആണ്. ശരിയാണ്. അത് കൂടാതെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന എയർ ഇല്ലേ, നമ്മൾ സാധാരണ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന എയർ ഇല്ലേ, അതേപോലെയുള്ള ഒരു മിക്സർ ആണ് ഈ പറയുന്ന മെഡിക്കൽ എയറിലും ഉള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഓക്സിജൻ, നൈട്രജൻ മുതലായവയുടെ ഒരു മിക്സ്ചർ തന്നെയാണ് ശരിക്കും ഈ മെഡിക്കൽ എയർ. അതെങ്ങനെയുള്ളതാണ്? നമ്മൾ സാധാരണ നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന എയറിനെ അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു മിക്സ്ഡ് ആയിട്ടുള്ള എയർ തന്നെയായിരിക്കും എന്തെന്ന് പറയുന്നത്? മെഡിക്കൽ എയർ. ഇത്രയും ക്ലിയർ ആയോ? പക്ഷെ നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന എയർ എങ്ങനെയാണ്? നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന എയർ എങ്ങനെയാണ്? അത് പ്യൂരിഫൈഡ് ആണോ? ആണോ? വളരെ ക്ലീൻ ആണോ? ഫിൽറ്റേർഡ് ആയിട്ടാണോ വരുന്നേ? അല്ല, അല്ലെ? പക്ഷെ മെഡിക്കൽ എയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ബ്രീത്തിങ് എയറുമായിട്ട് സിമിലർ ആണെങ്കിൽ കൂടി ഇത് വളരെ പ്യൂരിഫിക്കേഷൻസ് നടത്തി വളരെ കൃത്യമായ ക്വാളിറ്റി കൺട്രോൾ മെഷേഴ്സിലൂടെ കടത്തിവിട്ട് വളരെ അതിൽ ഒരു യാതൊരുവിധ കണ്ടാമിനൻസോ യാതൊരുവിധ പാർട്ടിക്കിൾസോ ഓയിലോ ഡസ്റ്റോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഓർഡറോ കാര്യങ്ങളോ മണമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഹ്യൂമൻ ബീങ്സിന് വളരെ സേഫ് ആയിട്ട് ശ്വസിക്കാൻ സാധിക്കുന്ന എയർ ആണ്
മെഡിക്കൽ കെയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു റെസ്പിറേറ്ററി പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾക്ക് അല്ലെ, ശ്വസനവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റെസ്പിറേറ്ററി പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, അവർക്ക് ഒരു റെസ്പിറേറ്ററി സപ്പോർട്ട് ആയിട്ട് നമുക്ക് ഇൻഹലേഷന് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു സേഫ് ആയിട്ടുള്ള എയർ ആണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. ഒരു ഐഡിയ കിട്ടിയോ? ഒരു ക്ലിയർ ആയോ? എന്താണെന്നുള്ളത് ഒരു ആശയം കിട്ടിയോ? ഓക്കെ, ഇനി നമുക്കത് എന്താന്ന് വായിച്ചു നോക്കാം കേട്ടോ. Okay, medical air means a clean supply of compressed air used in hospitals and healthcare facilities to distribute medical gas. So, medical gas ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെങ്കിൽ ആരോഗ്യ പരിചരണം നൽകുന്ന ഒരു സ്ഥലത്ത് നിന്നും മെഡിക്കൽ ഗ്യാസസ് വിതരണം ചെയ്യാൻ ഈ ഹോസ്പിറ്റലിൽ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ എയർ ആണ്. എങ്ങനെയുള്ള ഒരു മെഡിക്കൽ എയർ? കംപ്രസ്ഡ് ആയിട്ടുള്ള എയർ ആണ് അല്ലെ, വളരെ വൃത്തിയുള്ള കംപ്രസ്ഡ് എയർ ആണ്. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലും കൂടുതൽ മർദ്ദത്തിൽ നമ്മൾ കീപ്പ് ചെയ്യുന്ന എയർ ആണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ഫ്രീ ഓഫ് പൊല്യൂഷൻ. ഈ ഒരു എയറിൽ എന്തില്ല? പൊല്യൂഷൻസോ പാർട്ടിക്കിൾസോ ഓയിലോ ഓഡറോ ഒരു മണമോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത പ്യൂരിഫൈഡ് ആയിട്ടുള്ള ക്ലീൻ ആൻഡ് പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഫോം ഓഫ് എയർ ആണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഡ്രൈ ടു ബ്ലോക്ക് വാട്ടർ ബിൽഡ് അപ്പ് ഇൻ ദ ഫെസിലിറ്റീസ് പൈപ്പ് ലൈൻ. അതായത് ഇത് നമുക്ക് റെസ്പിറേറ്ററി സപ്പോർട്ട് മാത്രമല്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ പറയുന്ന എക്യുപ്മെന്റ്സോ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട്, അതുമായി ബന്ധപ്പെട്ട് ഡ്രെയിൻ ചെയ്യാനൊക്കെ നമ്മൾ ഈ ഒരു എയർ യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ പൈപ്പ് ലൈൻ ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വാട്ടർ ബിൽഡപ്പോ കാര്യങ്ങളോ ഉണ്ടായി, ബ്ലോക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെഡിക്കൽ എയറിന്റെ സഹായത്തോടു കൂടി നമുക്ക് ആ ഒരു ബ്ലോക്ക് ഡ്രൈ ചെയ്ത് ഉണക്കി മാറ്റാനായിട്ട് സഹായിക്കും. ആൻഡ് നെക്സ്റ്റ് പറയുന്നത് when a patient is in the operating room. ഒരു പേഷ്യന്റ് ഒരു ഓപ്പറേറ്റിംഗ് റൂമിലാണ്, whether it's an emergency or not, അവരുടെ ഒരു കണ്ടീഷൻ ചിലപ്പോൾ അടിയന്തരമായിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലാതെ ഇരിക്കാം. A surgeon depends on a medical air compressor to keep the patient comfortable and breathing. ഒരു സർജൻ എന്ത് ചെയ്യാറുണ്ട്? കൂടുതലും ഈ കംപ്രസ്ഡ് എയർ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ എയറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യാറ്, ആശ്രയിക്കാറ്. എന്തിനു വേണ്ടി? പേഷ്യൻസ് കംഫർട്ടബിൾ ആയിട്ട് ബ്രീത്തിങ്ങും കാര്യങ്ങളുമായിട്ട് ചെയ്ത് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടി എപ്പോഴും ഒരു പേഷ്യൻസിന് വേണ്ടിയിട്ട് ഒരു സർജൻ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആശ്രയിക്കുന്ന ഒരു എയർ ആണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. ഒരു മെഡിക്കൽ എയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. മെഡിക്കൽ എയർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കംപ്രസ്ഡ് എയർ ആണ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലും കൂടുതൽ പ്രഷറിൽ സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ കീപ്പ് ചെയ്യുന്ന പ്രഷർ എന്താണ് ഗ്യാസിനെയാണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. ഇതെങ്ങനെയായിരിക്കും? നമ്മൾ സിമിലർ നമ്മുടെ നോർമൽ ആയിട്ടുള്ള എയർ, നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന നോർമൽ എയറിനോട് സിമിലർ ആയിരിക്കും. ഓക്സിജന്റെയും നൈട്രജന്റെയും മിക്സ്ചർ ആയിട്ടുള്ളവയായിരിക്കും. പക്ഷേ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് വളരെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള ക്ലീൻ ആൻഡ് ഫോമിലായിരിക്കും ഉണ്ടാവുക. ഇതിൽ യാതൊരുവിധ പൊല്യൂഷൻസോ പാർട്ടിക്കിൾസോ ഇമ്പ്യൂരിറ്റീസോ ഡസ്റ്റോ അല്ലെങ്കിൽ ഓഡറോ ഓയിലോ കാര്യങ്ങളോ ഒന്നും അതിലുണ്ടാവില്ല. വളരെ പ്യൂരിഫൈഡ് ആൻഡ് സേഫ് ആയിട്ട് പേഷ്യൻസിന് ഇൻഹലേഷൻ നടത്താൻ പറ്റുന്ന ഒരു എയർ ആണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സർജറി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ സർജന് വളരെ സേഫ് ആയിട്ട് പേഷ്യൻസിന് എന്ത് കൊടുക്കാൻ പറ്റും? ഈ ഒരു മെഡിക്കൽ എയർ നൽകാനായിട്ട് സാധിക്കും. ഒരു വെന്റിലേറ്റർ തെറാപ്പി കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന പേഷ്യൻസിന് വളരെ സേഫ് ആയിട്ട് കൊടുക്കുന്ന ഒന്നാണ് ഈ മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മെഡിക്കൽ എയർ? ഓക്കെ, രണ്ടാമത്തതാണ് ഓക്സിജൻ. ഇത് നമുക്ക് പരിചയമുള്ളതാണ് അല്ലെ, ഓക്സിജൻ അല്ലെ. നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് ബ്രേക്ക് വേണോ? ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തോ, അതിനുശേഷം നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം കേട്ടോ. 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തോ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുമ്പോൾ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തോ കേട്ടോ. ഒരു 40 ഇപ്പൊ എത്രയായിട്ടുണ്ട്? 7 ആയി. 42 ഒക്കെ ആകുമ്പോഴേക്ക് നമുക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. ആരും ലീവ് ചെയ്ത് പോകരുത് കേട്ടോ. നമുക്ക് ഈ ഒരു ചാപ്റ്റർ അത്യാവശ്യം നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ചാപ്റ്റർ കൂടിയാണ്. അതുകൊണ്ട് ലീവ് ചെയ്ത് പോകരുത്. നമുക്കൊരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം കേട്ടോ. ഓക്കെ.
ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ സെക്കൻഡ് വൺ ആണ്. ഫസ്റ്റ് വൺ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ, മെഡിക്കൽ എയർ പറഞ്ഞു കഴിഞ്ഞു. അടുത്തതാണ് ഓക്സിജൻ. ഓക്സിജൻ നമുക്ക് അറിയാവുന്നതല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, ഓക്സിജൻ സിലിണ്ടേഴ്സ് ഒക്കെ കണ്ടു കാണുമല്ലോ അല്ലെ. അപ്പൊ ഓക്സിജൻ എന്ന് പറഞ്ഞാലും ഇതൊരു മെഡിക്കൽ ഗ്യാസ് തന്നെയാണ്. നമ്മുടെ ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും ആവശ്യമായിട്ട് വരുന്ന ഒരു മെഡിക്കൽ ഗ്യാസ് കൂടിയാണ് ഓക്സിജൻ എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ഇൻഫ്ലേഷൻ തെറാപ്പി, റെസിസിറ്റേഷൻ, പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ട് അല്ലെ, നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഗ്യാസ് ആണ്, മെഡിക്കൽ ഗ്യാസ് ആണ് ഓക്സിജൻ എന്ന് പറയുന്നത്. നോക്കാം. Oxygen എന്ന് പറഞ്ഞാൽ is a medical gas required in every health care setting and is used for resuscitation and inhalation therapy. ഒരു പുനരുജ്ജീവനത്തിന് വേണ്ടി റെസിസിറ്റേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇൻഹലേഷൻ തെറാപ്പികൾ, ശ്വസനവുമായി ബന്ധപ്പെട്ട തെറാപ്പികൾ മുതലായ കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ ആവശ്യമായിട്ട് വരുന്ന ഒരു മെഡിക്കൽ ഗ്യാസ് ആണ് ഓക്സിജൻ. It can be used for medical conditions like COPD. എന്താണ് COPD? ഇതൊക്കെ ഒത്തിരി ചാപ്റ്റേഴ്സിൽ പഠിച്ചു കാണുന്ന കാര്യങ്ങളല്ലേ COPD. chronic obstructive pulmonary disease അല്ലെ, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് അല്ലെ, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ഇങ്ങനെയുള്ള COPD-യുമായി ബന്ധപ്പെട്ടോ. സൈനോസിസ് എന്ന് പറയുന്ന സൈനോസിസ് കേട്ടിട്ടുണ്ടോ പേര്? സൈനോസിസ് കളറാവുന്ന അല്ലെ, ഒരു നീലമയമാവുന്ന ഒരു അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് അത് നീലമയാവുന്നത്? നമ്മുടെ ബോഡിയൊക്കെ സ്കിന്നും ലിപ്സും അതുപോലെ തന്നെ നമ്മുടെ നെയിൽസും ഒക്കെ ബ്ലൂഷ് കളറാവും അല്ലെ. എന്തുകൊണ്ടാണ്? വിഷാംശമുള്ളത് കൊണ്ടല്ല, lack of oxygen in the blood. ബ്ലഡില് നമ്മുടെ ബ്ലഡില് ഓക്സിജന്റെ കുറവ് വരുമ്പോഴാണ് കേട്ടോ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു കണ്ടീഷനാണ് നമ്മൾ സൈനോസിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ബ്ലഡിലെ ഓക്സിജന്റെ കണ്ടന്റ് അല്ലെങ്കിൽ ഓക്സിജന്റെ അളവ് കുറയുന്ന സമയത്ത് നമ്മുടെ ബോഡി എന്ത് ചെയ്യും? ബ്ലൂയിഷ് കളർ ആവും അല്ലെ. സ്കിന്ന്, നമ്മുടെ ലിപ്പ്, അതുപോലെ തന്നെ നമ്മുടെ നെയിൽസ് മുതലായ ഇടങ്ങള് എന്ത് ചെയ്യുന്നു? ബ്ലൂയിഷ് കളർ ആവും കേട്ടോ. അപ്പൊ അത് ആ ഒരു സിറ്റുവേഷൻ ആണ് സൈനോസിസ് എന്ന് പറയുന്നത്. ദെൻ ഷോക്ക് ഉണ്ടാവാറുണ്ട് അല്ലെ, നമ്മുടെ ഓർഗൻസിലേക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ ബോഡിയിൽ ഓർഗൻസ് ഷോക്കുകൾ ഉണ്ടാവാറുണ്ട്. സിവിയർ ഹെമറേജ്, എന്താണ്? ശക്തമണ്ഡലിലെ എക്സസൈസ് ആയിട്ടുള്ള ബ്ലീഡിങ് അല്ലെ, രക്തസ്രാവം, അമിതമായിട്ടുള്ള രക്തസ്രാവങ്ങൾ ഉണ്ടാവുമ്പോ കാർബൺ മോണോക്സൈഡ് പോയ്സണിങ് കേട്ടിട്ടുണ്ടോ? കാർബൺ മോണോക്സൈഡ് പോയ്സണിങ് കേട്ടിട്ടുണ്ടോ? കാർബൺ മോണോക്സൈഡ് പോയ്സണിങ് കേട്ടിട്ടുണ്ട്. എന്താണ് ശരിക്കും കാർബൺ മോണോക്സൈഡ് പോയ്സണിങ് എന്ന് പറഞ്ഞാല്? അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. നമ്മള് അടുപ്പിലൊക്കെ പുക ഊതാറില്ലേ? ഉദാഹരണം നിങ്ങൾ പണ്ടൊക്കെ ഇപ്പിണ്ടോന്ന് അറിയില്ല കേട്ടോ. പണ്ടൊക്കെ നമ്മൾ അടുപ്പില് ഒരു എന്തെങ്കിലും കോല് വെച്ചിട്ട് പുക ഊതാറില്ലേ? ചെയ്യാറുണ്ടോ? അപ്പൊ നമുക്ക് ചെറിയ രീതിയിൽ ഒരു തലകറക്കൊക്കെ ഫീൽ ചെയ്യാറുണ്ടോ? ഫീൽ ചെയ്യാറുണ്ടോ? അതെന്തുകൊണ്ടാ? ഈ കാർബൺ മോണോക്സൈഡിന്റെ ഇഫക്റ്റ് കൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇവിടെ ശരിക്കും ഒരു കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത്, നമ്മുടെ കാർബൺ മോണോക്സൈഡ് കൂടുതലായിട്ട് നമുക്ക് ഇൻഹേൽ ചെയ്ത് കഴിഞ്ഞാല് കൂടുതലായിട്ട് നമ്മൾ ഇതിൽ നിന്നൊക്കെ എക്സ്പെൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാർബൺ മോണോക്സൈഡ് കൂടുതൽ നമ്മൾ ശ്വസിച്ചാല് എന്താ പറ്റാന്ന് വെച്ചാൽ നമുക്ക് അത് നമ്മുടെ ഹീമോഗ്ലോബിനുമായിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ ഹീമോഗ്ലോബിനാണ് നമ്മുടെ ഓക്സിജൻ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നതാണ് അല്ലെ. അപ്പൊ ഹീമോഗ്ലോബിനുമായിട്ട് ബന്ധപ്പെട്ട് ബൈൻഡ് ചെയ്ത് നമ്മുടെ ഓക്സിജൻ ക്യാരി ചെയ്യുന്ന നമ്മുടെ ബ്ലഡിലെ ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കുറയ്ക്കുകയും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടാതെ വരികയും അതിലൂടെ പെട്ടെന്ന് നമ്മുടെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ആളെ മാറ്റിയില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന ഒരു കേസാണ് കാർബൺ മോണോക്സൈഡ് പോയ്സണിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ട്രോമ, വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ ഏറ്റ ആളുകൾ, അതുപോലെ തന്നെ കാർഡിയോവാസ്കുലർ ആൻഡ് റെസ്പിറേറ്ററി അറസ്റ്റ് അല്ലെ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങള്, ഹൃദ്രോഗങ്ങള്, അതുപോലെ തന്നെ റെസിസിറ്റേഷൻ, പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ട് ലൈഫ് സപ്പോർട്ട് അല്ലെ, ജീവൻ രക്ഷാ മാർഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള എല്ലാ മെഡിക്കൽ കണ്ടീഷനിലും വളരെ അനിവാര്യമായിട്ട് ആവശ്യകതയോടുകൂടി ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ഗ്യാസ് ആണ് ഏത്?
ഏത് മെഡിക്കൽ ഗ്യാസ് ആണ് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്? ഓക്സിജൻ. കേട്ടോ, അപ്പൊ ചോദിക്കാം ഏത് ഗ്യാസ് ആണ് ഇങ്ങനെയുള്ള മെഡിക്കൽ കണ്ടീഷനുകൾക്ക് വേണ്ടി പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ഗ്യാസ് ഏതാണ്? ഓക്സിജൻ ആണ്. കേട്ടോ, ഏതൊരു ഹെൽത്ത് കെയർ സെറ്റിംഗ്സിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യകതയോടുകൂടി നമ്മൾ ഇൻഹലേഷൻ തെറാപ്പിക്കും റെസിസിറ്റേഷനും COPD, സൈനോസിസ്, ഷോക്ക്, സിവിയർ ഹെമറേജ് വന്ന പേഷ്യൻസിന്, കാർബൺ മോണോക്സൈഡ് പോയിസണിംഗ് വന്ന പേഷ്യൻസിന്, ട്രോമ വലിയ രീതിയിലുള്ള ആഘാതം വന്ന പേഷ്യൻസിന്, ആൻഡ് കാർഡിയോവാസ്കുലർ ആൻഡ് റെസ്പിറേറ്ററി അറസ്റ്റ് വന്ന പേഷ്യൻസിന് റെസിസിറ്റേഷൻ, ലൈഫ് സപ്പോർട്ട് മുതലായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും യൂസ് ചെയ്യുന്ന ഒരു മെഡിക്കൽ ഗ്യാസ് ആണ് ഓക്സിജൻ. ക്ലിയർ ആണോ? വളരെ സിമ്പിൾ ആയിട്ട് കുറച്ചേ പഠിക്കാനുള്ളൂ. അപ്പോൾ ഉള്ള കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് കാർബൺ ഡയോക്സൈഡ്. ഇതും കേട്ട് പരിചയമുള്ളതല്ലേ? കാർബൺ ഡയോക്സൈഡ് പരിചയമുള്ളതാണ് അല്ലെ? ഇതൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ് മുതലേ പഠിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ? അപ്പൊ അത് നമ്മൾ മെഡിക്കൽ ഗ്യാസ് ആയിട്ട് പഠിച്ചിട്ടില്ല എന്നുള്ളൂ അല്ലെ? അപ്പൊ നോക്കി, കാർബൺ ഡയോക്സൈഡ് ഈസ് യൂസ്ഡ് ഫോർ ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസസ് ഫോർ ലെസ് ഇൻവേസീവ് സർജറീസ് ലൈക്ക് ലാപ്രോസ്കോപ്പി, ആർത്രോസ്കോപ്പി, എൻഡോസ്കോപ്പി ആൻഡ് ക്രയോതെറാപ്പി. ഇപ്പൊ ഇവിടെ നമ്മൾ കാർബൺ ഡയോക്സൈഡ് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വളരെ ഇൻവേസീവ് ആയിട്ടുള്ള സർജറി, അതായത് അധികം മുറിവുകളോ കാര്യങ്ങളോ ഇല്ലാത്ത സർജറികൾ, അതായത് ഇപ്പൊ ഒരു ലാപ്രോസ്കോപ്പി എന്നാണ് കേട്ടോ അവിടെ. നിങ്ങളിൽ കറക്റ്റ് ആയിട്ടാണോ കിടക്കുന്നേ? എല്ലാം ഉണ്ടോ അവിടെ? ലാപ്രോസ്കോപ്പി എന്നാണോ കിടക്കുന്നേ? ഇല്ല, ലാപ്രോസ്കോപ്പി എന്നാണ് കേട്ടോ. ഒന്ന് കറക്റ്റ് ചെയ്തേക്കണേ. ലാപ്രോസ്കോപ്പി എന്നാണ്. എന്താണ് ലാപ്രോസ്കോപ്പി? താക്കോൽദ്വാര ശസ്ത്രക്രിയ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ? ആ സമയത്ത് താക്കോൽദ്വാര ശസ്ത്രക്രിയ ചെയ്യുമ്പോ വയലൊക്കെ നമ്മുടെ ചെയ്ത ആളുകൾ പറയും ഇങ്ങനെ വീർത്തുന്ന പോലെ തോന്നും എന്ന് പറയും അല്ലെ? ഇല്ലേ? പറയാറില്ലേ? പറയാറില്ലേ? എന്താണ് റംഷീന? സ്പെല്ലിങ്ങോ? ഓ, ഉപദേശം ഷെഫ്മായിട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെ വയറ് വീർക്കുന്ന പോലെ എനിക്ക് പറയാറില്ലേ? മിസ് പറയുന്നത് കേൾക്കുന്നില്ല? ക്ലിയർ അല്ല? ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ലാപ്രോസ്കോപ്പി അല്ലെങ്കിൽ താക്കോൽദ്വാര ശസ്ത്രക്രിയകൾ അവർ ചെയ്ത ആളുകൾ പറയാറുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. അപ്പൊ അവര് പറയുന്നൊക്കെ ആണെങ്കിൽ ആ ഭാഗം ഇങ്ങനെ വീർത്ത് വരുന്നത് പോലെ തോന്നും എന്ന് പറയാറില്ലേ? നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തു എന്നൊക്കെ പറയാറില്ലേ? അപ്പൊ നമ്മൾ അതിന് കാർബൺ ഡയോക്സൈഡ് ഉപയോഗിച്ചാണ് ആ ഒരു ഇൻസഫ്ലേഷൻ അല്ലെങ്കിൽ ആ ഒരു ഊതി വീർപ്പിക്കുന്നത് പോലെയുള്ള ആ ഒരു കാര്യം ചെയ്യുന്നത്. അതായത് അവിടെ വളരെ മിനിമലി, വളരെ ചെറിയ രീതിയിൽ ഇൻവേസീവ് ആയിട്ടുള്ള മുറിവുകൾ മാത്രം ഉണ്ടാവുന്ന സർജറികളായിട്ടുള്ള ലാപ്രോസ്കോപ്പിയിൽ അതിന് വേണ്ടിയിട്ട് കാർബൺ ഡയോക്സൈഡ് യൂസ് ചെയ്യാറുണ്ട്. ആർത്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ എന്താ ആർത്രോസ്കോപ്പി? എന്തുമായി ബന്ധപ്പെട്ടായിരിക്കും? ആ പേരൊന്ന് കണക്ട് ചെയ്ത് നോക്കി. ആർത്രോസ്കോപ്പി നമ്മുടെ ആർട്ടറി അല്ല, നമ്മുടെ സന്ധികളുമായി ബന്ധപ്പെട്ട് അല്ലെ? നമ്മുടെ ജോയിന്റ്സുമായി ബന്ധപ്പെട്ട് ഇല്ലേ? ആർത്രൈറ്റിസ് എന്നൊക്കെ പറയാറില്ലേ? സന്ധിവാദം, ആർത്രൈറ്റിസ്, വാദത്തിനെ നമ്മൾ പറയാറില്ലേ? അതുമായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ അവിടെ നമ്മുടെ ജോയിന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ സന്ധികളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും അതിനനുസരിച്ച് ചികിത്സ നൽകാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു സർജിക്കൽ, ചെറിയ രീതിയിലുള്ള ഒരു ഇൻവേസീവ് ആയിട്ടുള്ള ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ് ആർത്രോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടി നമ്മുടെ സാധാരണ ആർത്രോസ്കോപ്പി ചെയ്യാന്ന് പറഞ്ഞാൽ ആർത്രോസ്കോപ്പ് അല്ലെങ്കിൽ ഒരു നേർത്ത ട്യൂബാണ്. അത് നമ്മൾ എന്ത് ചെയ്യും? സന്ധിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജോയിന്റ്സിലേക്ക് കടത്തിവിട്ട് അതിന്റെ അകത്ത് ക്യാമറയും കാര്യങ്ങളും സിറിഞ്ചും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാവും. അത് കൃത്യമായിട്ട് ആ ഒരു നീഡിലും കാര്യങ്ങളൊക്കെ ആ ട്യൂബിലൂടെ കടത്തിവിട്ട് ആ ഒരു ക്യാമറയിലൂടെ നമുക്ക് അവിടുത്തെ ആ ഒരു കൃത്യമായിട്ടുള്ള ആ ഒരു ഏത് ഭാഗത്താണോ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അനുഭവപ്പെടുന്നത് ആ ഒരു ഭാഗത്തെ സ്ക്രീനിൽ നമുക്ക് എന്ത് കണ്ട് പരിശോധന നടത്താൻ പറ്റുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. ചെറിയ രീതിയിലുള്ള മുറിവുണ്ടാക്കിയുള്ള ഒരു വളരെ ലെസ് ഇൻവേസീവ് സർജറിയാണ് ആർത്രോസ്കോപ്പി എന്ന് പറയുന്നത്. അതിനുവേണ്ടി ആർത്രോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഉപകരണമാണ് നമ്മൾ യൂസ് ചെയ്തത്. ഓക്കെ, എൻഡോസ്കോപ്പി. എൻഡോസ്കോപ്പി എന്താ? അത് പരിചയമുള്ളതല്ലേ? എൻഡോസ്കോപ്പി
നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള അല്ലെ, നമ്മുടെ ഇൻസൈഡ് ദ ബോഡിയാണ് നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള അവയവങ്ങളെ കൃത്യമായിട്ട് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻസൈഡ് ദ ബോഡി അല്ലെ, നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ള ഭാഗങ്ങളെ കൃത്യമായിട്ട് വ്യൂ ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രൊസീജിയർ ആണ് എൻഡോസ്കോപ്പി. അതിനുവേണ്ടി എൻഡോസ്കോപ്പാണ് കടത്തിവിടുന്നത് അല്ലെ. ഇപ്പൊ എൻഡോസ്കോപ്പ് ഡോക്ടേഴ്സ് കടത്തിവിടുന്നു. അതൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ട്യൂബാണ്. അതിന്റെ അറ്റത്തെ ക്യാമറയും ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അതിലൂടെ നമുക്ക് കൃത്യമായിട്ട് മോണിറ്ററിലത് വിഷ്വലൈസ് ചെയ്ത് കാണാനായിട്ട് സാധിക്കും. ഇനി എന്താണ് ഒരു ക്രയോതെറാപ്പി? ക്രയോതെറാപ്പി എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ക്രയോതെറാപ്പി ഇവിടെ ക്രയോതെറാപ്പിയില് ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ ഒരു ഡ്രൈ ഐസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ടു ക്രിയേറ്റ് ഡ്രൈ ഐസ്. എന്തിനു വേണ്ടിയായിരിക്കും ഡ്രൈ ഐസ് ക്രിയേറ്റ് ചെയ്യുന്നത്? അതായത് ഇപ്പൊ നമ്മുടെ ബോഡിയില് വാട്സ് മോൾസ് ഒക്കെ ഇല്ലേ? എന്താണ് വാട്സ് മോൾസ് എന്നൊക്കെ പറഞ്ഞാൽ അരിമ്പാറ, അതുപോലെ നമ്മുടെ കക്കപ്പുള്ളി അല്ലെ, നമ്മൾ പറയാറുണ്ട് അല്ലെ, കറുത്ത മറുകുകള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ നമ്മുടെ ബോഡിയിലെ ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഗ്രോത്തുകള്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ കണ്ടെത്താൻ, അത് കണ്ടെത്തി അത് ഫ്രീസ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് അത് ഡ്രൈ ഐസ് ആക്കി അത് ഫ്രീസ് ചെയ്ത് ആ ഒരു ഭാഗത്തെ ഫ്രീസ് ചെയ്ത് അത് ഡിസ്ട്രോയ് ചെയ്യാൻ അല്ലെങ്കിൽ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് ക്രയോതെറാപ്പി എന്ന് പറയുന്ന പ്രൊസീജിയേഴ്സ്. അപ്പൊ അത് വാട്സും മോൾസും ഒക്കെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അതിനുവേണ്ടി നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് വളരെ ലെസ് ഇൻവേസീവ് സർജറികൾ, വളരെ ലെസ് ഇൻവേസീവ് ആയിട്ടുള്ള വളരെ ചെറിയ രീതിയിൽ മുറിവുകൾ ഉണ്ടാവുന്ന ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ സർജറിയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കാറുണ്ട്. ആസ് വെൽ ആസ് ഫോർ റെസ്പിറേറ്ററി സ്റ്റിമുലേഷൻ ഡ്യൂറിംഗ് ആൻഡ് ആഫ്റ്റർ അനസ്തേഷ്യ. അനസ്തേഷ്യയ്ക്ക് മുൻപും അനസ്തേഷ്യയ്ക്ക് ശേഷവും ആ പേഷ്യൻസിന്റെ റെസ്പിറേറ്ററി സ്റ്റിമുലേഷൻ, റെസ്പിറേഷനുമായി ബന്ധപ്പെട്ട ഉത്തേജനം എത്രത്തോളം ഉണ്ട്, അതിനനുസരിച്ച് അവരുടെ കൃത്യമായിട്ടുള്ള ആ ഒരു ബ്രീത്തിങ്ങുമായി ബന്ധപ്പെട്ട റേറ്റ്, അതുപോലെ ഡെപ്ത് എത്രത്തോളം ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർദ്ധിക്കുന്നുണ്ടോ ഇതൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചാണ് അത് പരിശോധിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യാറുള്ള ഒരു ഗ്യാസ് ആണ്. Then carbon dioxide may be piped in large hospitals, but more likely come from a tank. അപ്പൊ പ്രധാനമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് may be piped in large hospitals എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. ലാർജ് ഹോസ്പിറ്റൽ, വലിയ ഹോസ്പിറ്റലുകളിൽ നമുക്ക് പൈപ്പിംഗ് സംവിധാനങ്ങളിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് ചെയ്യാറുണ്ട്. ബട്ട് മോർ ലൈക്ലി കം ഫ്രം, എല്ലാം സാധാരണയായിട്ട് ഒരു ടാങ്കിലായിരിക്കും സ്റ്റോർ ചെയ്യുക. ആ ടാങ്കിൽ നിന്ന് വലിയ വലിയ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അതൊരു പൈപ്പിംഗ് സംവിധാനത്തിലൂടെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു കാർബൺ ഡൈ ഓക്സൈഡുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ഇൻസഫിഷ്യന്റ് മെഡിക്കൽ ഗ്യാസസ് ഫോർ ലെസ് ഇൻവേസീവ് സർജറി. ഇങ്ങനെയാണ് വളരെ ചെറിയ രീതിയിൽ മിനിമൽ ആയിട്ടുള്ള മുറിവുകൾ ഉണ്ടാക്കുന്ന ലാപ്രോസ്കോപ്പി, അതുപോലെ ആർത്രോസ്കോപ്പി, എൻഡോസ്കോപ്പി, ക്രയോതെറാപ്പി മുതലായവയ്ക്കും അതോടൊപ്പം തന്നെ റെസ്പിറേറ്ററി സ്റ്റിമുലേഷൻ, അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുൻപും ശേഷവും അവരുടെ ഇൻക്രീസിങ്, എത്രത്തോളം അവരുടെ റെസ്പിറേറ്ററി റേറ്റ് കൂടുന്നുണ്ട്, എത്രത്തോളം റെസ്പിറേറ്ററി ഡെപ്ത് കൂടുന്നുണ്ട്, അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് പ്രധാനമായിട്ടും വലിയ വലിയ ഹോസ്പിറ്റലിൽ പൈപ്പിംഗ് സംവിധാനത്തിലൂടെയാണ് കൊടുക്കുന്നത്. പ്രധാനമായിട്ടും സാധാരണയായിട്ട് ടാങ്കിലായിരിക്കും നമ്മൾ സൂക്ഷിക്കുക. അതിൽ നിന്നായിരിക്കും ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. ക്ലിയർ ആണോ കാർബൺ ഡൈ ഓക്സൈഡ്? ഓക്കെ. അടുത്തതാണ് നൈട്രജൻ. ദാറ്റ് ഈസ് മെഡിക്കൽ ലിക്വിഡ് നൈട്രജൻ. അല്ലെ, കേട്ടിട്ടുണ്ടല്ലോ നമ്മുടെ നൈട്രജൻ. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് തുടങ്ങി പഠിക്കുന്നതാണ് അല്ലെ, നൈട്രജൻ. Nitrogen is a medical gas used for cryosurgery to remove some cancers and skin lesions, and also for the storage of tissue cells and blood in cryogenic temperature to avoid oxidation of the sample. ഇവിടെ നമ്മുടെ ക്രയോ സർജറിക്ക് വേണ്ടിയിട്ട് നൈട്രജൻ ഉപയോഗിക്കുന്നു. എന്താണ് ഈ ക്രയോ സർജറിക്ക് വേണ്ടി യൂസ് ചെയ്യാന്ന് പറയുന്നത്? അതായത് ക്രയോ സർജറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിക്വിഡ് ആയിട്ടുള്ള നൈട്രജൻ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ക്രയോ സർജറി. അതായത് നമ്മുടെ ഈ മെഡിക്കൽ ഗ്യാസസ് ഇത് ഫ്രീസ് ചെയ്ത്, അതായത് ഈ പറയുന്ന ക്രയോ സർജറിക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ഈ മെഡിക്കൽ ഗ്യാസസ് ഫ്രീസ് ആയതിപ്പോ അബ്നോർമൽ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ക്രയോ തെറാപ്പി പറഞ്ഞില്ലേ, അതുപോലെ തന്നെ അബ്നോർമൽ ആയിട്ടുള്ള എന്തെങ്കിലും ഗ്രോത്തോ കാര്യങ്ങളോ ഉണ്ടാവും, അല്ലെങ്കിൽ ക്യാൻസറസ് ആയിട്ടുള്ള ടിഷ്യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് എന്ത് ചെയ്യുന്നു? ഈ ലിക്വിഡ് ആയിട്ടുള്ള നൈട്രജനും കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചുകൊണ്ട് ഫ്രീസ് ചെയ്യും.
അങ്ങനെ ഫ്രീസ് ചെയ്ത് കഴിയുമ്പോൾ അപ്പൊ സ്കിൻ ലേഷൻസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അരിപ്പാറകളോ അല്ലെങ്കിൽ കക്കപ്പുള്ളികളോ അതൊക്കെ നമ്മുടെ എക്സ്ട്രാ നമ്മുടെ ബോഡിയിൽ വരുന്ന അബ്നോർമൽ ആയിട്ടുള്ള ടിഷ്യൂവിന്റെ ഗ്രോത്ത് ആണ് അല്ലെ? അബ്നോർമൽ ഗ്രോത്ത് അല്ലേ? നമ്മുടെ സാധാരണയായിട്ടുള്ള കാര്യങ്ങളാണ് ഈ അരിമ്പാറ, നമ്മൾ പറയുന്ന മറ്റു വേറെ എന്തെങ്കിലും മറ്റു പലതരത്തിലുള്ള സാധനങ്ങളുണ്ട് അല്ലെ? അപ്പൊ അതൊക്കെ നമ്മുടെ അബ്നോർമൽ ആയിട്ടുള്ള ഗ്രോത്ത് ആണ്. അതുപോലെ തന്നെ ക്യാൻസറിന്റെ ടിഷ്യൂസും കാര്യങ്ങളും ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് ഡിസ്ട്രോയ് ചെയ്യാനും ഫ്രീസ് ചെയ്ത് അതിനെ ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത് ഫ്രീസ് ചെയ്യുന്ന ഈ ഒരു ഫ്രീസിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ലിക്വിഡ് നൈട്രജനും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലൂടെ അവിടെ ആ ഒരു അവിടെയുള്ള സെൽസ് കാര്യങ്ങൾ അത് നശിപ്പിക്കുകയും അതിലൂടെ ആ ടിഷ്യൂ സാധാരണ എക്സസ് എവെൻച്വലി അത് ഫോൾ ഓഫ് ചെയ്ത് പൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു അരിമ്പാറയൊക്കെയുള്ള ഭാഗത്താണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നതെങ്കിൽ അത് ആ ഫ്രീസ് ചെയ്ത് കഴിയുമ്പോൾ അത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അത് എന്ത് ചെയ്യും, താനെ ആ ഒരു സെൽസിനെ അത് നശിപ്പിക്കുകയും ആ ഭാഗത്ത് നിന്ന് അത് തന്നെ പൊഴിഞ്ഞു പോവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് വലിയ രീതിയിൽ വരുമ്പോൾ അതൊരു ക്രയോ സർജറി എന്ന രീതിയിലേക്ക് മാറുന്നു. അപ്പൊ അതിന് വേണ്ടി ക്യാൻസർ ആയിട്ടുള്ള ടിഷ്യൂസിന് റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ സ്കിന്നിലുള്ള ഇങ്ങനെയുള്ള വാട്സോ ഹോട്ട്സോ പോലെയുള്ള സാധനങ്ങളും നമുക്ക് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്രയോ സർജറിയിൽ നമ്മൾ മെഡിക്കൽ ഗ്യാസ് ആയിട്ടുള്ള ഈ ലിക്വിഡ് നൈട്രജൻ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സ്റ്റോറേജ് ഓഫ് ടിഷ്യൂ സെൽസ് ആൻഡ് ബ്ലഡ് ഇൻ ക്രയോജനിക് ടെമ്പറേച്ചർ ടു അവോയ്ഡ് ഓക്സിഡേഷൻ ഓഫ് ദ സാമ്പിൾ. അതുപോലെ തന്നെ ഇപ്പൊ ടിഷ്യൂ സാമ്പിളുകൾ ഇപ്പൊ ഈ ലിക്വിഡ് നൈട്രജൻ അതിനും ഉപയോഗിക്കാറുണ്ട്. എന്തിനാ? ഇപ്പൊ ബയോളജിക്കൽ സാമ്പിളൊക്കെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമുക്കറിയാം അത് ഫ്രീസ് ചെയ്ത് കൃത്യമായിട്ട് ഇപ്പൊ ബയോളജിക്കൽ സാമ്പിളുകളൊക്കെ എന്തൊക്കെയാ, ബ്ലഡോ ടിഷ്യൂസോ അല്ലെങ്കിൽ സെൽസോ സ്പേംസോ കാര്യങ്ങളൊക്കെ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ലോ ടെമ്പറേച്ചർ, അതാണ് ക്രയോജനിക് ടെമ്പറേച്ചർ, -150°C പോലെയുള്ള വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ലോ ടെമ്പറേച്ചറിൽ നമുക്കത് ഓക്സിഡേഷൻ നടക്കാതെ, അതായത് അത് ഡിഗ്രേഡേഷൻ നടന്നു പോവാത്ത രീതിയിൽ സൂക്ഷിക്കാനായിട്ട് നമ്മൾ ഈ ഒരു ലിക്വിഡ് നൈട്രജൻ ഉപയോഗിക്കാറുണ്ട്. It can also be used as part of the medical gas mixture for lung function test. അതുപോലെ തന്നെ ലങ്സിന്റെ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പല ടെസ്റ്റുകളിലും മറ്റ് മെഡിക്കൽ ഗ്യാസുകളുടെ ഒപ്പം ഈ ഏത് മിക്സ്ചറും കൂടി യൂസ് ചെയ്യാറുണ്ട്, ഈ നൈട്രജനും കൂടി യൂസ് ചെയ്യാറുണ്ട്. Nitrogen as a gas is used to power tools in places where they do not have instrument air. അപ്പൊ ഇൻസ്ട്രുമെന്റ്സ് പ്രവർത്തിക്കാനായിട്ട് അതിന് പവർ നൽകുന്ന രീതിയിലുള്ള പ്രത്യേകമായിട്ടുള്ള കംപ്രസ്ഡ് എയർ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് എയർ ഇല്ലാത്ത സാഹചര്യത്തിൽ ആ ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രുമെന്റിന് അല്ലെങ്കിൽ ആ ഒരു ടൂൾസിന് പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്ക് നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കാറുണ്ട്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് കംസ് ഫ്രം എ മൾട്ടിപ്പിൾ ഓഫ് സിലിണ്ടേഴ്സ്. പല സിലിണ്ടറുകളിൽ നിറച്ചായിരിക്കും നമ്മൾ ഈ ഒരു നല്ലൊരു പ്രഷറിലായിരിക്കും ഈ പൈപ്പിംഗ് സംവിധാനത്തിലൂടെ ഇത് പൈപ്പ് ചെയ്ത് വിടുന്നത്. അതോടൊപ്പം തന്നെ അവിടെ ഒരു അലാം സംവിധാനം എന്ന സോഴ്സ് ആണ് യൂസ് സൈറ്റ്. അത് ഉപയോഗിക്കുന്ന ഒരു സോഴ്സിൽ ഒരു അലാം സംവിധാനം ഉണ്ടാവും. അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന സൈറ്റിലും ഒരു അലാം സംവിധാനം ഉണ്ടാവും. എന്തിനാ അലാം സംവിധാനങ്ങൾ വെക്കുന്നത്? എന്തെങ്കിലും തകരാറുകളോ കാര്യങ്ങളോ ലീക്കേജോ കാര്യങ്ങളോ വന്നാല് ഉടനെ ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? ആണോ? അലാം സംവിധാനം വെക്കുന്നത് അങ്ങനെ അതിനു വേണ്ടിയല്ലേ? അപ്പൊ വലിയ രീതിയിലുള്ള ഒരു പൈപ്പിംഗ് സംവിധാനങ്ങളോ കാര്യങ്ങളോ വരുമ്പോ അതിനനുസരിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നൈട്രജൻ ഗ്യാസിന്റെ കൂടെ ഒരു അലാം സിസ്റ്റം കാര്യങ്ങളൊക്കെ ഘടിപ്പിച്ചാണ് ആ ഒരു പൈപ്പിംഗ് സംവിധാനം നമ്മൾ ഒരുക്കുന്നത്. അപ്പൊ നൈട്രജൻ അല്ലെങ്കിൽ മെഡിക്കൽ ലിക്വിഡ് നൈട്രജൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ക്രയോ സർജറിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു. അതായത് ക്യാൻസർ ടിഷ്യൂസ് അല്ലെങ്കിൽ സ്കിൻ ലേഷൻസ്, നമ്മുടെ മറുകുകള് അരിമ്പാറകള് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ അവിടെ ലിക്വിഡ് നൈട്രജനും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഫ്രീസ് ചെയ്ത് നമ്മൾ അതിനെ നശിപ്പിച്ച് എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് ക്രയോ സർജറി. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ലിക്വിഡ് നൈട്രജനും കാർബൺ ഡൈ ഓക്സൈഡും യൂസ് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ ക്രയോജനിക് ടെമ്പറേച്ചർ, വളരെ എക്സ്ട്രീംലി ലോ ടെമ്പറേച്ചറിൽ ടിഷ്യൂസോ സെൽസോ ബ്ലഡോ കാര്യങ്ങളൊക്കെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇത് ഡിഗ്രഡേഷൻ ഒന്നും നടക്കാതെ അല്ലെങ്കിൽ അവിടെ ഡിഗ്രഡേഷൻ നടന്നു പോവാതെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള ക്രയോജനിക് ടെമ്പറേച്ചറിൽ അത് സൂക്ഷിക്കാൻ വേണ്ടിയും നമ്മൾ ലിക്വിഡ് നൈട്രജൻ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലങ് ഫംഗ്ഷൻ ടെസ്റ്റുകളുമായി ബന്ധപ്പെട്ട് മറ്റ് ഗാസസ് ഉപയോഗിക്കുന്നതിന്റെ കൂടെ ഒരു മിക്സർ ആയിട്ട് ഈ നൈട്രജനും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്.
അതോടൊപ്പം തന്നെ ചില എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കാൻ ചിലപ്പോൾ ഒരു ഇൻസ്ട്രുമെന്റ് എയർ അതിൻ്റെതായ പ്രത്യേകമായിട്ടുള്ള കംപ്രസ്ഡ് എയറുകൾ അവൈലബിൾ അല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ നമുക്ക് ആ ഒരു ഇൻസ്ട്രുമെന്റിനെ പവർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ഒരു നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കാം. ഇത് വളരെ കൃത്യമായിട്ട് സുരക്ഷിതമായിട്ടും പല കണ്ടെയ്നേഴ്സുകളിൽ സിലിണ്ടേഴ്സിലായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് സൂക്ഷിച്ചിട്ടുണ്ടാവുക. അത് കൃത്യമായിട്ടുള്ള പൈപ്പിംഗ് സംവിധാനങ്ങൾ വഴിയായിരിക്കും വിതരണം ചെയ്യുന്നത്. അതിനുവേണ്ടി അതിന്റെ സോഴ്സിലും കൃത്യമായിട്ടുള്ള ഒരു അലാം സംവിധാനം ഉണ്ടാവും, യൂസ് ചെയ്യുന്ന സൈറ്റിലും ഒരു അലാം സംവിധാനം ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ നൈട്രജൻ? ഓക്കെ. അടുത്തതാണ് നൈട്രസ് ഓക്സൈഡ്. നൈട്രസ് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഇസ് എ മെഡിക്കൽ ഗ്യാസ് കോമൺലി നോൺ ആസ് ലാഫിംഗ് ഗ്യാസ്. എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കോമൺലി നോൺ ആസ് ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്ന മെഡിക്കൽ ഗ്യാസ് ഏതാണ്? ചോദിക്കാറുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മെഡിക്കൽ ഗ്യാസ് ഏതാണ്? നൈട്രസ് ഓക്സൈഡ് ആണ് കേട്ടോ. നൈട്രസ് ഓക്സൈഡ് ആണ് ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്നത്. ദിസ് മെഡിക്കൽ ഗ്യാസ് ഈസ് യൂസ്ഡ് ഇൻ ന്യൂമറസ് സർജിക്കൽ പ്രൊസീജിയർ അനസ്തെറ്റിക് ആൻഡ് അനാൽജസിക്. ഈ ഒരു മെഡിക്കൽ ഗ്യാസ് പലതരത്തിലുള്ള സർജിക്കൽ പ്രൊസീജിയേഴ്സിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അനസ്തെറ്റിക് ഏജന്റ് ആയിട്ട് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വെരി ഗുഡ് അനസ്തെറ്റിക് ഏജന്റ് ആയിട്ട് നമുക്ക് ഈ ഒരു നൈട്രസ് ഓക്സൈഡിനെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ അനാൽജസിക് എന്താ വേദന ഇല്ലാതാക്കുന്ന വേദന സംഹാരികളുടെ രൂപത്തിലും നമുക്ക് ഈ ഒരു നൈട്രസ് ഓക്സൈഡ് എന്താ സർജിക്കൽ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം ചോദിക്കുന്നത് നൈട്രസ് ഓക്സൈഡ് അല്ലെങ്കിൽ മെഡിക്കൽ ഗ്യാസിനെ കോമൺ ആയിട്ട് അറിയപ്പെടുന്ന മറ്റൊരു പേര് അല്ലെങ്കിൽ ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്ന മെഡിക്കൽ ഗ്യാസ് ഏതാണ് എന്നാണ് ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിരിക്കുന്നത് കേട്ടോ. അതൊരു നല്ല അനാൽജസിക്കുമാണ് അനസ്തെറ്റിക്കുമാണ്, നല്ലൊരു അനസ്തെറ്റിക് ഏജന്റുമാണ്. അതുപോലെ തന്നെ വേദന സംഹാരിയുടെ രൂപത്തിലും നമുക്ക് ഒരു സർജിക്കൽ പ്രൊസീജിയറിൽ ഈ പറയുന്ന നൈട്രസ് ഓക്സൈഡുകൾ ഉപയോഗിക്കാറുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് വാക്വം. വാക്വത്തില് പൈപ്ഡ് മെഡിക്കൽ സർജിക്കൽ വാക്വം സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ പേഷ്യന്റ് ഡ്രെയിനിങ്, ആസ്പിരേഷൻ ആൻഡ് സക്ഷൻ. അപ്പൊ ഇവിടെ നമ്മൾ ആ ഒരു വാക്വം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് വാക്വം എന്ന് പറഞ്ഞ ഒരു വാക്വം ക്ലീനർ എങ്ങനെ യൂസ് ചെയ്യുന്നത് അല്ലെ? നേരത്തെ നമ്മൾ പറഞ്ഞാണ് പേഷ്യൻസിനെ ഡ്രെയിൻ ചെയ്തെടുക്കാൻ. ഇപ്പൊ ഒരു ന്യൂമോതൊറാക്സോ ഹീമോതൊറാക്സോ ഒക്കെ വന്നിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ പ്ലൂറൽ ക്യാവിറ്റിയിൽ നിന്നോ ചെസ്റ്റ് ക്യാവിറ്റിയിൽ നിന്നോ ഫ്ലൂയിഡ്സോ ബ്ലഡോ എയറോ ഒക്കെ ഡ്രെയിൻ ചെയ്തെടുക്കാനായിട്ട് ഈ വാക്വം സംവിധാനം സഹായിക്കുന്നുണ്ട്. അതുപോലെ ആസ്പിരേഷൻ സക്ഷൻ ഇൻഹലേഷനുമായി ബന്ധപ്പെട്ടോ സക്ഷൻസ് വലിച്ചെടുക്കാനായിട്ട് ഇപ്പൊ എന്തെങ്കിലും ഫോറിൻ സാധനങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സെക്രീഷൻസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ എയർവേയിൽ നിന്ന് സക്ക് ചെയ്തെടുക്കാൻ സഹായിക്കുന്നുണ്ട്. ദിസ് മീൻസ് ദാറ്റ് മെഡിക്കൽ വാക്വം ഇൻ എ ഹോസ്പിറ്റൽ സപ്പോർട്ട് സക്ഷൻ എക്യുപ്മെന്റ് അല്ലെ? ഒരു മെഡിക്കൽ വാക്വം പ്രധാനമായിട്ടും ഹോസ്പിറ്റലിലെ സക്ഷൻ എക്യുപ്മെന്റുകളെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെ? സക്ഷൻ എക്യുപ്മെന്റുകൾ ഏതാ നമ്മൾ ഒരെണ്ണം പഠിച്ചിരുന്നല്ലോ, സക്ഷൻ മെഷീൻ പഠിച്ചില്ലേ? അതെങ്ങനെയാ വാക്വം ഉപയോഗിച്ച് അത് സക്ക് ചെയ്തെടുക്കുകയല്ലേ ചെയ്യുന്നത്? ആണോ? അതെ. അപ്പൊ അങ്ങനെയുള്ള സക്ഷൻ എക്യുപ്മെന്റുകളെ ഈ ഒരു സംവിധാനം സഹായിക്കുന്നുണ്ട്. And vacuum will vary across the pipeline, but is commonly maintained around 75 kilopascal. Kilopascal എന്ന് പറഞ്ഞാൽ പ്രഷറിന്റെ ഒരു യൂണിറ്റ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ സാധാരണ വാക്വം ഓരോ പൈപ്പ് ലൈനിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണാം. എന്നാലും ബട്ട് കോമൺലി നമ്മൾ അതൊരു മെയിൻറ്റെയിൻ ചെയ്യുന്നത് 75 കിലോ പാസ്കലിലാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുക. വാക്വം എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന്റെ ട്രെയിനിങ്ങിന് വേണ്ടി ആസ്പിരേഷൻ ആൻഡ് സക്കിംഗ് അതവിടെ സക്ക് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ വലിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഊറ്റിയെടുക്കാനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ്. അത് പ്രധാനമായിട്ടും ഹോസ്പിറ്റലിലെ സക്ഷൻ എക്യുപ്മെന്റുകളെ സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ അത് കൃത്യമായിട്ട് കോമൺലി അത് മെയിൻറ്റെയിൻ ചെയ്തത് അറൌണ്ട് 75 കിലോ പാസ്കലിലായിരിക്കും. ആ ഒരു 75 കിലോ പാസ്കൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ. ഇപ്പൊ ലാസ്റ്റ് വണ്ണാണ് കംപ്രസ്ഡ് എയർ. നമ്മൾ പറഞ്ഞതാണ് അല്ലെ കംപ്രസ്ഡ് എയർ എന്താണെന്നുള്ളത്. ദ കംപ്രസ്ഡ് എയർ യൂസ്ഡ് ഫോർ ബോത്ത് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ പർപ്പസസ്. മെഡിക്കൽ പർപ്പസുകൾക്കും നോൺ മെഡിക്കൽ പർപ്പസുകൾക്കും നമ്മൾ ഉപയോഗിക്കാറുള്ള എയർ ആണ് കംപ്രസ്ഡ് എയർ എന്ന് പറയുന്നത്. ദ മെഡിക്കൽ യൂസ് ഇൻക്ലൂഡ്സ് ലബോറട്ടറി വർക്കുകൾ, ഇൻഹലേഷൻ തെറാപ്പി, പവറിംഗ് ഓഫ് സർജിക്കൽ ടൂൾസ്. അപ്പൊ ഈ കംപ്രസ്ഡ് എയറുകൾ ലബോറട്ടറിയിലെ എന്തെങ്കിലും പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്
എക്യുപ്മെന്റ്സ് ഉപയോഗിക്കാനോ, സക്ഷനുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് കാര്യങ്ങൾ ഉപയോഗിക്കാനോ, ഇൻഹലേഷൻ തെറാപ്പി ശ്വസനവുമായി ബന്ധപ്പെട്ട തെറാപ്പികൾ കാര്യങ്ങൾ ഫോളോ ചെയ്യാനോ, അല്ലെങ്കിൽ പവറിംഗ് ഓഫ് സർജിക്കൽ ടൂൾസ് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ളതാണ് കംപ്രസ്ഡ് എയർ. അത് മെഡിക്കൽ പ്രൊസീജിയറിന് വേണ്ടിയും നോൺ മെഡിക്കൽ പർപ്പസുകൾക്ക് വേണ്ടിയും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇത്രമാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഒരു 7 ടൈപ്പ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് ആണ് നമ്മൾ പറഞ്ഞത്. ആ 7 ടൈപ്പും ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഓരോന്ന് വ്യത്യസ്തമാണ്, അതിന്റെ പ്രത്യേകതകളും ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അത് മാറിപ്പോയില്ല, നിങ്ങൾക്ക് ഓരോന്ന് വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം ഒന്ന് 2 പ്രാവശ്യം ഒന്ന് മനസ്സിരുത്തി വായിച്ചു വെച്ചാൽ അത് ഓർമ്മയിലുണ്ടാവും കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്തത് നമ്മള് സിസ്റ്റം കമ്പോണൻസ് ഓഫ് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം. ഇനി സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ആലോചിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ ഗ്യാസ് കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും കേട്ടോ. അപ്പൊ ഇവിടെ സിസ്റ്റം കമ്പോണൻസ് ഓഫ് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട കമ്പോണൻസ് ആണ്. ഫസ്റ്റ് വൺ ആണ് സോഴ്സസ് ഓഫ് സപ്ലൈ, രണ്ടാമത്തത് പൈപ്പിംഗ് നെറ്റ്വർക്ക്, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, മൂന്നാമത്തത് വാൽവ്. എക്സാം ഈ ചാപ്റ്റർ ഇല്ല കേട്ടോ, ഇപ്പൊ വരുന്ന എക്സാം ഈ ചാപ്റ്റർ ഇല്ല കേട്ടോ, മെയിൻ എക്സാമിനാണ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ ഓക്കെ, ഇപ്പൊ നോക്കിയേ, സോഴ്സസ് ഓഫ് സപ്ലൈ എന്താണ്? വിതരണ സ്രോതസ്സുകളുണ്ട് അല്ലേ? ഇല്ലേ, വിതരണ സ്രോതസ്സുകൾ. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാലോചിക്കുക, നമ്മുടെ ആ ഒരു വിതരണ സ്രോതസ് ഉണ്ടാകും, അതിൽ നിന്ന് പൈപ്പിംഗ് നെറ്റ്വർക്കിലൂടെ ഡിസ്ട്രിബ്യൂഷൻ സംവിധാനം നടത്തുന്നുണ്ട് അല്ലെ? ആ വാൽവുകൾ ടു കൺട്രോൾ മെത്തേഡ്, ഇതെല്ലാം കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് വാൽവുകൾ ഉണ്ടാവും അല്ലെ? ഇപ്പൊ നമ്മുടെ വീടുകളിലെ ഗ്യാസ് സിലിണ്ടേഴ്സിലും വാൽവുകളില്ലേ? ഓഫ് ചെയ്ത് വെക്കാനോ ഓൺ ചെയ്ത് വെക്കാനോ ഒക്കെ വാൽവുകളില്ലേ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഉണ്ട്. അതുപോലെ തന്നെ വാർണിംഗ് ആൻഡ് അലാം സംവിധാനങ്ങൾ കൃത്യമായിട്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യാനും എന്തെങ്കിലും അപാകതകളോ കാര്യങ്ങളോ കണ്ടാൽ അതിനനുസരിച്ചുള്ള മുന്നറിയിപ്പുകൾ വാർണിംഗ് അലാംസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വാർണിംഗ് ആൻഡ് അലാം സംവിധാനങ്ങൾ അതോടൊപ്പം ഉണ്ടായിരിക്കും. ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റുകൾ ഉണ്ടാവും, ഗ്യാസ് വിതരണം ചെയ്യാനായിട്ട് ഔട്ട്ലെറ്റും ഇൻലെറ്റുകൾ ഉണ്ടാവും. സെക്കൻഡറി എക്യുപ്മെന്റ്സ്, ഇപ്പൊ നമ്മുടെ ഒരു സെക്കൻഡറി എക്യുപ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഒരു വീട്ടില് നമ്മളൊരു ഗ്യാസുമായി ബന്ധപ്പെട്ട് നമ്മളൊന്ന് ആലോചിക്കാം. ഒരു ഗ്യാസ് സിലിണ്ടർ ഉണ്ട്, നമുക്കൊരു ഗ്യാസ് സിലിണ്ടർ ഉണ്ട്, നമുക്കൊരു ഗ്യാസ് സ്റ്റൗ ഉണ്ട്. അത് മാത്രം മതിയോ നമുക്ക് ആ ഒരു എക്യുപ്മെന്റ് പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു സംവിധാനം പ്രവർത്തിപ്പിക്കാൻ വേണ്ടി? അല്ല, അതിന് കൂടെ കുറെ അധികം എക്സ്ട്രാ സാധനങ്ങൾ സെക്കൻഡറി ആയിട്ട് നമുക്ക് വേണ്ടി വരും അല്ലെ? ഹോഴ്സ് വേണം അല്ലെ, കൃത്യമായിട്ട് ട്യൂബുകളിലൂടെ ലൈറ്റർ വേണം, അങ്ങനെ കുറെ കാര്യങ്ങൾ അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എക്സ്ട്രാ എക്യുപ്മെന്റുകൾ വേണ്ടി വരും അല്ലെ? അതാണ് ശരിക്കും സെക്കൻഡറി എക്യുപ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ, അത് ഓരോന്നും നമ്മൾ വിശദമായിട്ട് പറയുകയാണേ. അതിലൊന്നാമത്തതാണ് സോഴ്സ്. അപ്പൊ നിങ്ങളത് മനസ്സിലാലോചിച്ച് നോക്കുക. ഒരു റൂമില് ഒരുപാട് സിലിണ്ടേഴ്സ് ഇങ്ങനെ പല ബോക്സുകളിലാക്കിയിട്ട് അല്ലെങ്കിൽ പല നെറ്റുകളിലാക്കിയിട്ട് ഒരുപാട് സിലിണ്ടേഴ്സ് ഇങ്ങനെ വെച്ചിരിക്കുന്നു. അപ്പൊ അതൊരു സോഴ്സ് ആണ് അല്ലെ? അതൊരു സോഴ്സ് അല്ലേ? മെഡിക്കൽ ഗ്യാസിന്റെ ഒരു സോഴ്സ് ആണ്. അപ്പൊ ആ ഒരു റൂമിൽ അല്ലെങ്കിൽ ആ ഒരു സ്രോതസ് ആണത് അല്ലെ? ആ ഒരു ഓരോ സിലിണ്ടേഴ്സിൽ നിന്നുമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഗ്യാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ആ സ്രോതസ് ആണ് ആദ്യമായിട്ട് നമ്മൾ പറയുന്നത്. The sources are reserves that generate the flow of medical gas through piping networks like manifold system. ഇവിടെ ഈ പറയുന്ന ആ സോഴ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രധാന സ്രോതസ്സിൽ നിന്നാണ് നമുക്ക് ഗ്യാസ് അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ ഗ്യാസിന്റെ ഫ്ലോ ആരംഭിക്കുന്നത് അല്ലെ? ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു ഗ്യാസ് സിലിണ്ടർ ഉണ്ടെങ്കിൽ ആ ഗ്യാസ് സിലിണ്ടർ അല്ലേ സോഴ്സ്? ആണോ? അതല്ലേ പ്രധാന സ്രോതസ് എന്ന് പറയുന്നത്? അവിടെ നിന്നുമല്ലേ നമ്മുടെ ആ ഒരു മെഡിക്കൽ ഗ്യാസിന്റെ ആ ഒരു ഫ്ലോ, ആ പൈപ്പ് ലൈനിലൂടെയുള്ള ആ ഒരു ഫ്ലോ ആരംഭിക്കുന്നത് അല്ലെ? അതുപോലെ തന്നെയാണ് ഇവിടെ ആ ഒരു സ്രോതസ്സിൽ നിന്നുമാണ് ആ പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെ മെഡിക്കൽ ഗ്യാസിന്റെ ഫ്ലോ ആരംഭിക്കുന്നത്. ക്ലിയർ ആയോ? ഇനി എന്താണ് ഒരു മാനിഫോൾഡ് സിസ്റ്റം അല്ലെങ്കിൽ മാനിഫോൾഡ് സംവിധാനം എന്താണ്? നോക്കിയേ, മാനിഫോൾഡ് സിസ്റ്റം ഇറ്റ് കണ്ടെയ്ൻ ഹൈ പ്രഷർ സിലിണ്ടേഴ്സ് ഓൺ 2 banks. അതായത് ഇവിടെ ആ ഒരു സ്രോതസ് അല്ലെങ്കിൽ ആ ഒരു റൂം, പ്രധാന ഒരു സോഴ്സ് ഉറവിട ഒരു റൂം ഉണ്ടാവുമല്ലോ, ഇവർക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു റൂം ഉണ്ടാവില്ലേ? ഇല്ലേ? അതായത് തോന്നിയെടുത്തില്ലല്ലോ വെക്കാം. നമുക്കാണെങ്കിലും ഗ്യാസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഒരു റൂം അല്ലെങ്കിൽ പുറത്ത് നമ്മളൊരു ക്യാബിൻ പോലെ അടിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതുപോലെ ഇവിടെ ഒരു റൂം ഉണ്ട്.
ആ ഒരു റൂമില് അല്ലെങ്കിൽ ആ ഒരു ഏരിയയില് ഹൈ പ്രഷർ സിലിണ്ടേഴ്സ്, ഉയർന്ന മർദ്ദത്തിലുള്ള സിലിണ്ടേഴ്സ് ഓൺ 2 ബാങ്ക്സ്. ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് സിലിണ്ടേഴ്സ് ആണ്. ഒരു സിലിണ്ടർ ആയിരിക്കില്ല അവിടെ ഉണ്ടാവുക. ഒരേ ഗ്യാസിന്റെ തന്നെ ഒന്നിലധികം സിലിണ്ടേഴ്സ് ഒരു ഗ്രൂപ്പ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പ്, അതുപോലെയുള്ള ഒരു 2 ഗ്രൂപ്പ് ഓഫ് സിലിണ്ടേഴ്സ് അല്ലെങ്കിൽ 2 ബാങ്ക്, 2 ഗ്രൂപ്പ് ആയിട്ടാണ് നമ്മൾ ഓരോ ഗ്യാസും അറേഞ്ച് ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടാണ്? പെട്ടെന്ന് തീർന്നു പോകാൻ പാടില്ല അല്ലെ. എപ്പോ നമുക്ക് അവൈലബിൾ ആയിട്ട് വരണോ അപ്പൊ നമുക്ക് ലഭ്യമാക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ്, ഒരു ഗ്യാസ് സിലിണ്ടർ തീരുന്നതിന് മുൻപ് നമ്മൾ അടുത്തത് നിറച്ച് വെക്കാറില്ലേ, ഒരെണ്ണം ബാക്കപ്പിന് വേണ്ടിയിട്ട് വെക്കാറില്ലേ, സ്റ്റോക്ക് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ ഇവിടെയും ഹൈ പ്രഷർ സിലിണ്ടേഴ്സ് 2 ഗ്രൂപ്പ് ഓഫ് സിലിണ്ടേഴ്സ് ആയിട്ട് തിരിച്ച് നമുക്ക് ഒരു ഗ്രൂപ്പ് തീർന്നു കഴിയുമ്പോൾ അടുത്തത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 2 എണ്ണം ഉണ്ടാവും. ഒരെണ്ണം ബാക്കപ്പ് ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയാണ്, ഒരെണ്ണം ഇപ്പൊ ഉപയോഗിക്കാനും ഒരെണ്ണം ബാക്കപ്പ് ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയാണ്. ക്ലിയർ ആണോ ഇത്? മനസ്സിലായോ? And besides the control panel is installed for primary, secondary regulators, pressure regulators and warning lamps. അപ്പൊ ഇത് മാത്രമല്ല അതിന്റെ കൂടെ ഉണ്ടാവുക. കൃത്യമായിട്ട് ഈ പറയുന്ന ഗ്യാസസ് കൺട്രോൾ ചെയ്ത് പോവാൻ വേണ്ടി ഒരു കൺട്രോൾ പാനൽ ഉണ്ടാവും. പ്രൈമറി റെഗുലേറ്റേഴ്സ് ഉണ്ടാവും, സെക്കൻഡറി റെഗുലേറ്റേഴ്സ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി, ഗ്യാസിന്റെ ഫ്ലോയും കാര്യങ്ങളും നിയന്ത്രിക്കുന്നതിന് വേണ്ടി അവിടെ വെച്ച് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ സിലിണ്ടേഴ്സുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ എന്താണ് ഒരു ഷാഫ്റ്റിൽ, ഒരൊറ്റ ഷാഫ്റ്റിൽ കണക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് കൃത്യമായി പ്രൈമറി റെഗുലേറ്റേഴ്സ്, സെക്കൻഡറി റെഗുലേറ്റേഴ്സ്, പ്രഷർ റെഗുലേറ്റേഴ്സ്, പ്രഷർ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങള്, വാർണിംഗ് ലാമ്പുകള് മുതലായ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സംവിധാനമാണ് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു സോഴ്സിലേക്ക് ഒരു മാനിഫോൾഡ് സിസ്റ്റം ആയിട്ടായിരിക്കും വെച്ചിരിക്കുക. ഒരു സിലിണ്ടേഴ്സ്, ഹൈ പ്രഷറിലുള്ള സിലിണ്ടേഴ്സ് 2 ബാങ്ക് ആയിട്ട് അല്ലെങ്കിൽ 2 ഗ്രൂപ്പുകളായിട്ടിരിക്കും. ഒരെണ്ണം ബാക്കപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ സിലിണ്ടേഴ്സിൽ നിന്നൊക്കെ നമ്മൾ കൃത്യമായ പ്രഷറിലും കൃത്യമായ അളവിലും ഗ്യാസുകൾ വിടാൻ വേണ്ടി, ആ സ്രോതസ്സിൽ നിന്ന് വിടുന്നതിന് വേണ്ടി അതിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു കൺട്രോൾ പാനൽ ഉണ്ടായിരിക്കും. അതിന് പ്രൈമറി, സെക്കൻഡറി റെഗുലേറ്റേഴ്സ്, പ്രഷർ റെഗുലേറ്റേഴ്സ്, വാർണിംഗ് ലാമ്പുകൾ മുതലായവയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺട്രോൾ പാനലും ഈ ഒരു സംവിധാനത്തിന്റെ കൂടെ ആ ഒരു സോഴ്സുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? സോഴ്സ് മനസ്സിലായോ? ഒരു ഐഡിയ കിട്ടിയോ? ഓക്കെ, അടുത്തതാണ് പൈപ്പിംഗ് നെറ്റ്വർക്ക്. ഇതെന്താണ്? മെഡിക്കൽ ഗ്യാസ് ആൻഡ് വാക്കം ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ദ പൈപ്പ്ലൈൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ടു പ്രൊവൈഡ് ഗ്യാസ് ഓർ വാക്കം അറ്റ് ദ എൻഡ് പോയിന്റ് ഓർ ടെർമിനൽ യൂണിറ്റ്. അപ്പൊ ഇവിടെ മെഡിക്കൽ ഗ്യാസസും വാക്കവും ഒക്കെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഇലക്ട്രിസിറ്റി പോകുന്നത് പോലെ പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെയാണ് ഈ മെഡിക്കൽ ഗ്യാസും വാക്കും ഒക്കെ നമ്മൾ വിതരണം ചെയ്യുന്നത്. എവിടെ നിന്ന്? സ്രോതസ്സിൽ നിന്ന് കേട്ടോ. ആ ഒരു സോഴ്സിൽ നിന്ന് ഈ പൈപ്പിംഗ് സംവിധാനത്തിലൂടെയാണ് ഓരോ റൂമുകളിലേക്കും അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ഓരോ ഇടങ്ങളിലേക്കും ഗ്യാസസും വാക്കും എത്തുന്നത്. എവിടെ എത്തും? അതിന്റെ എൻഡ് പോയിന്റ് ഓഫ് ടെർമിനൽ യൂണിറ്റ്. ഇപ്പൊ നമ്മളൊരു റൂമിലേക്ക് വേണോ അല്ലെങ്കിൽ ഒരു വാർഡിലേക്ക് വേണോ, അതൊക്കെയാണ് നമ്മുടെ ടെർമിനൽ യൂണിറ്റ് അല്ലെ. ലാസ്റ്റ് നമ്മൾ എടുക്കുന്ന സ്ഥലമാണ് അല്ലെ, ഉപയോഗിക്കാൻ നമ്മൾ എടുക്കുന്ന സ്ഥലമാണ് ടെർമിനൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ആ എൻഡ് പോയിന്റിലേക്ക് ഈ പൈപ്പ് ലൈൻ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെയാണ് മെഡിക്കൽ ഗ്യാസും വാക്കുമോ വരുന്നത്. അതിന്റെ ടെർമിനൽ യൂണിറ്റ് മേ ബി either wall mounted or pendant mounted. അപ്പൊ നമ്മൾ ആദ്യം ഒരു പിക്ചർ കണ്ടില്ലേ, ഈ ഒരു പിക്ചർ കണ്ടില്ലേ, കണ്ടോ? വാളിൽ മൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെ, അല്ലെങ്കിൽ ഒരു പെൻഡന്റ് മൗണ്ടർ എന്ന രീതിയിൽ ഒരു വാളിൽ മൗണ്ട് ചെയ്ത് വെച്ച രീതിയിലായിരിക്കും ആ ഒരു ടെർമിനൽ യൂണിറ്റ് വരിക. അതാണ് ശരിക്കും ഔട്ട്ലെറ്റ്, സ്റ്റേഷൻ ഔട്ട്ലെറ്റിന് തന്നെ പറയുന്നത് കേട്ടോ. ഈ ഒരു ടെർമിനൽ യൂണിറ്റ് നമ്മുടെ വാളിൽ ബൗണ്ട് ചെയ്ത് വെച്ച് നമ്മുടെ ഒരു സ്വിച്ച് പോലെയൊക്കെ പ്രവർത്തിക്കുന്ന രീതിയിൽ ആയിരിക്കും, സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും അത് എന്ത് ചെയ്ത ആ ഒരു ടെർമിനൽ യൂണിറ്റ് കാണപ്പെടുക. Then high quality copper should be used to make pipe. ഈ പറഞ്ഞ പൈപ്പിംഗ് സംവിധാനത്തിലൂടെ ഗ്യാസ് കടത്തി വിടുമ്പോ നല്ല രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ ആ പൈപ്പിന് വേണം അല്ലെ. സാധാരണ രീതിയിലുള്ള പൈപ്പ് ഒന്നും യൂസ് ചെയ്യാൻ പോരാ, കോപ്പർ ആളുകൾ നല്ല ഹൈ ക്വാളിറ്റി കോപ്പർ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പൈപ്പുകളായിരിക്കണം. അതുപോലെ തന്നെ moreover pipe should be protected against physical damage. ബാഹ്യമായിട്ടുള്ള രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളോ വരാൻ പാടില്ല. ഡാമേജ് വന്നാൽ എന്ത് പറ്റും? കൊറോഷൻസ്, എന്താ, തുരുമ്പ് പിടിക്കാൻ പാടില്ല അല്ലെ. ആൻഡ് കളർ കോഡഡ് ഇൻ കീപ്പിംഗ് വിത്ത് ഗ്യാസ് കണ്ടന്റ്. ഓരോ ഗ്യാസും ഇപ്പൊ ഓരോ പൈപ്പിലൂടെയും ഓരോ ഗ്യാസാ പോകുന്നത്.
പൈപ്പ് ലൈൻ 7 നിങ്ങളൊന്ന് മനസ്സിലാലോചിക്കണം കേട്ടോ. ഓരോ പൈപ്പിലൂടെയും ഓരോ ഗ്യാസാ പോകുന്നത്. അപ്പൊ ഓരോ ഗ്യാസിനും അവരുടേതായിട്ടുള്ള കളർ കോഡുകളുണ്ട്. കളർ കോഡ് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഓരോ ഗ്യാസിനും അതിൻ്റെതായ കളർ കോഡ് ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇന്ന ട്യൂബിലൂടെ അല്ലെങ്കിൽ ഇന്ന പൈപ്പിലൂടെ പോകുന്നത് ഇന്ന ഗ്യാസ് ആണ്. കളർ കോഡുകൾ നമുക്ക് മനസ്സിലാവില്ലേ? അപ്പൊ അങ്ങനെ കളർ കോഡുകൾ കൊടുത്ത് കൃത്യമായിട്ട് കളർ കോഡുകൾ കൊടുത്ത് ഫിസിക്കൽ ഡാമേജോ കൊറോഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടത് ലീക്കേജ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാതെ വളരെ പ്രൊട്ടക്റ്റഡ് ആയ രീതിയിലായിരിക്കണം പൈപ്പിങ്ങിലൂടെ ഈ പറയുന്ന മെഡിക്കൽ ഗ്യാസസ് കടത്തിവിടേണ്ടത്. ക്ലിയർ ആണോ? പൈപ്പിംഗ് നെറ്റ്വർക്ക് മനസ്സിലായോ? ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന രീതിയിൽ ആ ഒരു 6 എണ്ണം എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, മാനിഫോൾഡ് സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ പ്രത്യേകമായിട്ട് പറയുന്നതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും കേട്ടോ, നിങ്ങൾക്ക് കിട്ടും. അത് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഓർമ്മയിൽ നിൽക്കും. സിമിലർ ആയിട്ടുള്ളത് വരുമ്പോഴല്ലേ നമുക്ക് പെട്ടെന്ന് ഒന്ന് മാറിയൊക്കെ പോകുന്നത്. ഇവിടെ 3ാമതാണ് വാൽവുകൾ. അപ്പൊ നമ്മുടെ വീടുകളിലാണെങ്കിലും വാൽവുകളില്ലേ, ഗ്യാസ് സിലിണ്ടേഴ്സുമായി ബന്ധപ്പെട്ട് നിയന്ത്രിക്കാൻ വേണ്ടി വാൽവുകളില്ലേ, അതുപോലെ തന്നെ ഇവിടെ 2 ടൈപ്പ് വാൽവ്. വാൽവുകൾ ഏതൊക്കെയാണ് ശ്രദ്ധിക്കണം കേട്ടോ. 2 ടൈപ്സ് ഓഫ് വാൽവ് ആണ്, സോൺ വാൽവും സർവീസ് വാൽവുകളും. സോൺ വാൽവ് എന്ന് പറഞ്ഞാല് valves are used to isolate large parts of the system, that is room for modification or repair. അതായത് ഇവിടെ 2 വാൽവുകൾ ഉണ്ട് എന്ന് വെച്ചാല് ഒരെണ്ണം ഇപ്പൊ നമുക്ക് 2 രീതിയിൽ ഇപ്പൊ നമ്മള് എന്താണ് ഒരു 2 വാൽവ് സംവിധാനം. അതായത് നമ്മുടെ പ്രധാനപ്പെട്ട സോഴ്സ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടില് വാട്ടർ കണക്ഷൻ കാര്യം നിങ്ങൾ ആലോചിക്കുക. നമ്മുടെ മോട്ടർ അടിച്ച് വെള്ളം ടാങ്കിൽ കയറ്റാറുണ്ട് അല്ലെ, മുകളിലേക്കൊക്കെ പോകുന്നതാണെങ്കിൽ നമുക്ക് 2 വാൽവ് ഉണ്ടാവും. ഒന്നാമത്തത് മൊത്തത്തില് ആ വീട്ടിലേക്കുള്ള മൊത്തത്തിലുള്ള എല്ലാ സ്ഥലത്തുമുള്ള വാട്ടർ സപ്ലൈയും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വാൽവ് ഉണ്ടാവും ഇല്ലേ. ഒരു വാൽവ് തിരിച്ചാൽ നമ്മുടെ വീട്ടിലെ ഒരു പൈപ്പിലേക്ക് വെള്ളം കിട്ടില്ല. അങ്ങനെ ഒരു വാൽവ് ഇല്ലേ? ഉണ്ടോ? എന്താ നിങ്ങൾ റിപ്ലൈ ചെയ്യാത്തേ? കണക്ട് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ റിപ്ലൈ ചെയ്യും. ഇനി നമ്മുടെ പൈപ്പിൽ ഏത് ശരിക്ക് മാത്രം വെള്ളം പോകണമെങ്കിൽ അവിടേക്കുള്ള പൈപ്പ് നമുക്ക് ബ്ലോക്ക് ചെയ്യാം ഇല്ലേ. അതിനൊരു പ്രത്യേകമായിട്ടുള്ള ഓരോ ഏരിയയിലേക്കും പോകുന്ന വാൽവ് എന്തിനുള്ള വാൽവുകൾ വെച്ചിട്ടില്ലേ? അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇന്ന് വായിക്കുമ്പോൾ മനസ്സിലാവുന്ന പകരം ഇങ്ങനെ പറയുമ്പോഴായിരിക്കും കുറച്ചുകൂടി മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. സോൺ വാൽവ് എന്ന് പറഞ്ഞാല് ഐസൊലേറ്റ് ലാർജ് പാർട്സ് ഓഫ് ദി സിസ്റ്റം. അതായത് നമ്മുടെ പ്രധാനപ്പെട്ട സോഴ്സ് തരുന്ന അല്ലെങ്കിൽ ആ ഒരു സോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മെയിൻ്റനൻസോ മോഡിഫിക്കേഷൻസോ റിപ്പയറിങ്ങോ കാര്യങ്ങളോ നമുക്ക് ചെയ്യണമെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടില് വാട്ടർ സപ്ലൈ ഉണ്ട്, നമ്മുടെ ടാങ്കുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ നമുക്കൊരു പണി ചെയ്യണം. അപ്പൊ മറ്റുള്ള ഇടങ്ങളിലേക്കൊന്നും നമുക്ക് വെള്ളം ഇടാൻ പാടില്ല. അത് പണി ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാണെങ്കിൽ നമ്മൾ ആ മൊത്തത്തിലുള്ള വാൽവല്ലേ ക്ലോസ് ചെയ്യാം ആണോ? മെയിൻ വാൽവ് ഓഫ് ചെയ്യും അല്ലെ. അത് തന്നെ എവിടെയും ചെയ്യുന്നേ. സോൺ വാൽവ് എന്ന് പറഞ്ഞാല് നമ്മൾ മെയിൻ സ്രോതസ് അല്ലെങ്കിൽ ആ ഒരു ലാർജ് ഭാഗം മെയിൻ സ്രോതസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ മെയിൻ സോഴ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റൂമുമായി ബന്ധപ്പെട്ട മോഡിഫിക്കേഷൻസോ റിപ്പയറോ കാര്യങ്ങളോ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ സോൺ വാൽവ് ഓഫ് ചെയ്യും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? Okay. The zone valves, അടുത്തത് പറയുന്നത് zone valves are installed on corridor walls and should be labeled to indicate the room that they control. ഈ പറയുന്ന വാൽവുകള് കൃത്യമായിട്ട് ആ ഒരു റൂമിന് പുറത്ത് എവിടെയെങ്കിലും ഭിത്തിയിൽ കോറിഡോർസിലോ അല്ലെങ്കിൽ കോറിഡോറിന്റെ വാൾസിലോ കാര്യങ്ങളോ ആയിരിക്കും ചില്ലിട്ട്. നിങ്ങൾ കണ്ടു കാണും ചില ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ ഒരു ചില്ലിട്ട ഒരു ബോക്സിനുള്ളിലാക്കിയിട്ട് കണ്ടിട്ടില്ലേ? ഈ പറയുന്ന ചെറിയ രീതിയിൽ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള ട്യൂബും കാര്യങ്ങളും ഒക്കെ ചില്ല് ബോക്സിലൊക്കെ ആക്കിയിട്ടായിരിക്കും കൃത്യമായിട്ട് സേഫ് ആയിട്ട് സൂക്ഷിച്ച് ലോക്കിട്ടായിരിക്കും കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള വാൾസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭിത്തികളിലാണ് ഈ പറയുന്ന വാൽവുകൾ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പൊ കൃത്യമായിട്ട് ആ ഒരു ഇൻസ്റ്റാൾ ചെയ്ത സോൺ വാൽവിന് മുകളില് ഏത് റൂമിനെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് കൃത്യമായിട്ട് അവിടെ ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കാരണം പരിചയമില്ലാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ അതൊക്കെ ഓഫ് ചെയ്യാനോ കാര്യങ്ങളോ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് അതിന് മുകളിൽ ഇന്ന റൂമിനെ കൺട്രോൾ ചെയ്യുന്ന വാൽവാണ് എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടാണ് നമ്മൾ ആ ഒരു വാൽവുകൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നത്. അപ്പൊ ആവശ്യമായി വരികയാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ
മൊത്തത്തിൽ ആ ഒരു സപ്ലൈ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സോൺ വാൽവുകൾ ക്ലോസ് ചെയ്താൽ നമുക്ക് മൊത്തത്തിൽ ആ ഒരു സോഴ്സ് ഉറവിടം മുതൽ നമുക്കത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ. ഇനി furthermore സർവീസ് വാൽവ് എന്താ? isolate certain parts, അല്ലെ? ചില പ്രത്യേക ഭാഗങ്ങൾ, അല്ലെ? And part of the system for modification or repair. Therefore, they are accessible by the clinical staff. ഈ ഒരു സർവീസ് വാൽവ് എന്ന് പറഞ്ഞാൽ നമുക്ക് പർട്ടിക്കുലർ ആയിട്ടുള്ള ഏതെങ്കിലും ഏരിയയിൽ വേണ്ടിയിട്ട് റിപ്പയറിങ്ങോ മെയിൻ്റനൻസോ വേണമെങ്കിൽ ആ ഒരു ഏരിയ മാത്രം നമുക്ക് ബ്ലോക്ക് ചെയ്താൽ പോരെ? അവിടേക്കുള്ള ഒരു ഗ്യാസിന്റെ സ്രോതസ് മാത്രം ബ്ലോക്ക് ചെയ്താൽ പോരെ? അല്ലെ? മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സർവീസ് വാൽവുകൾ. അപ്പൊ സോൺ വാൽവ് മെയിൻ വാൽവാണ്. സർവീസ് വാൽവുകൾ ഓരോ പർട്ടിക്കുലർ ഏരിയയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാൽവാണ് സർവീസ് വാൽവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഈ ഒരു സർവീസ് വാൽവ് നമ്മുടെ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ആക്സസിബിൾ ആണ്. ആവശ്യമാണെങ്കിൽ അവർക്ക് ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ പ്രോബ്ലംസോ വരികയാണെങ്കിൽ ആ ഒരു വാൽവ് മാത്രം ഓഫ് ചെയ്ത് വെക്കാൻ പറ്റുന്ന സംവിധാനമാണ്. സോൺ വാൽവ് അങ്ങനെയല്ല, അത് പ്രത്യേകമായിട്ട് വെക്കുന്നത് പോലെ. അപ്പൊ സോൺ വാൽവ് അങ്ങനെയല്ല, പ്രത്യേകമായിട്ടുള്ള പെർമിഷൻ ഉള്ള ആളുകൾക്ക് മാത്രമേ അത് യൂസ് ചെയ്യാനുള്ള അധികാരം ഉണ്ടാവുള്ളൂ. ക്ലിയർ ആണോ? അത് സോൺ വാൽവും സർവീസ് വാൽവും ഒന്ന് റിപ്ലൈ ചെയ്തേ. ഓക്കെ. അടുത്തത് വാർണിംഗ് ആൻഡ് അലാം സംവിധാനം, അല്ലേ? നമുക്കറിയാം വാർണിംഗ് ആൻഡ് അലാം സംവിധാനം എന്താണ്? ഫംഗ്ഷൻ ഓഫ് വാർണിംഗ് ആൻഡ് അലാം സംവിധാനം ടു ഗീവ് ഇൻഫർമേഷൻ ഫോർ ദ റെസ്പോൺസിബിൾ സ്റ്റാഫ് അബൌട്ട് ദ ഹോൾ പ്ലാന്റ്. ആ മൊത്തത്തിലുള്ള പ്ലാന്റിനെ കുറിച്ച് അവിടെ എന്തെങ്കിലും ഫെയിലിയർ കാര്യങ്ങളോ കണ്ടെത്തിയാൽ, അല്ലെ? എന്തെങ്കിലും രീതിയിലുള്ള ഫെയിലിയറോ അല്ലെങ്കിൽ എന്തെങ്കിലും തകരാറോ കാര്യങ്ങളോ ഉണ്ടെന്ന് കണ്ടെത്തുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും അവിടുത്തെ മാറ്റങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ചേഞ്ചസ് എന്തെങ്കിലും ആവശ്യമായി വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ കാണുന്നു, അല്ലെങ്കിൽ ലീക്കേജ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻഫർമേഷൻസ് ഒക്കെ ആ ഒരു മൊത്തം പ്ലാന്റിനെ കുറിച്ച് റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് അതുമായി ഉത്തരവാദിത്തപ്പെട്ട സ്റ്റാഫുകൾക്ക് ഇൻഫർമേഷൻ നൽകാൻ വേണ്ടിയാണ് നമ്മൾ ഈ വാർണിംഗ് ആൻഡ് അലാം സംവിധാനങ്ങൾ വെച്ചിരിക്കുന്നത്. Here are two main അലാം സംവിധാനം. രണ്ട് മെയിൻ ആയിട്ടുള്ള അലാം സംവിധാനങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തത് മാസ്റ്റർ അലാംസ്, രണ്ടാമത്തത് ഏരിയ അലാംസ്. ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾ കണക്ട് ചെയ്യണേ. മാസ്റ്റർ അലാംസ് എന്ന് പറഞ്ഞാൽ മോണിറ്റർ ദ മെയിൻ ഗ്യാസ് ലൈൻ ആൻഡ് സോഴ്സസ് കണ്ടീഷൻ. ആ സ്രോതസ്സിന്റെ അവിടെ, അല്ലെ? മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഗ്യാസ് ലൈൻ സ്രോതസ് എവിടെയാണോ അവിടെ മോണിറ്റർ ചെയ്യാനും അവിടുത്തെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് വാർണിംഗ് കൊടുക്കാനും അലാം ചെയ്യാനും വേണ്ടിയിട്ടാണ് മാസ്റ്റർ അലാം. ഇപ്പൊ നമ്മൾ മാസ്റ്റർ മെയിൻ വാൽവ് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ മാസ്റ്റർ അലാം എവിടെയാണ്? മെയിൻ ഗ്യാസ് ലൈൻ ആൻഡ് സോഴ്സസ് കണ്ടീഷൻ. ആ സ്രോതസ്സിന്റെ അവിടെ മെയിൻ ഗ്യാസ് ലൈനുമായി ബന്ധപ്പെട്ട മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയാണ് മാസ്റ്റർ അലാം. മനസ്സിലാവുന്നുണ്ടോ? ഏരിയ അലാം എന്ന് പറയുമ്പോ എങ്ങനെയാ? Found on alarm panels and their function is to monitor the conditions of specific critical care areas. അപ്പൊ ഇവിടെ ഏരിയ അലാംസ് പറഞ്ഞാൽ ഒരു അലാറം ആയിരിക്കില്ല. ഏരിയ അലാംസ് പലതുണ്ടാവും, അല്ലെ? ഒരു പാനൽ ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യും. അത് ഓരോരോ ക്രിട്ടിക്കൽ കെയർ ഏരിയാസിനെയും സ്പെസിഫിക് ആയിട്ട് ഓരോ ഏരിയാസിനെയും നിരീക്ഷിക്കാനും ആ ഏരിയയിൽ എന്തെങ്കിലും കണ്ടീഷനിൽ വ്യത്യാസങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തകരാറുകൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അറിയിക്കാൻ വേണ്ടിയാണ് ഏരിയ അലാംസ്. മോണിറ്റർ ചെയ്യുന്ന മാസ്റ്റർ അലാം എന്ന് പറയുന്നത് മെയിൻ സോഴ്സും അവിടുത്തെ പൈപ്പ് ലൈൻ സംവിധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാനാണ്. ക്ലിയർ ആണോ? രണ്ടെണ്ണമാണ് മെയിൻ അലാവും ഏരിയ അലാംസും. ഓക്കെ ആണോ? ഇനി ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ്. ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ് എന്ന് പറയുന്നത് പോയിന്റ്സ് അറ്റ് വിച്ച് കണക്ഷൻസ് ക്യാൻ ബി മെയ്ഡ് ടു ദ മെഡിക്കൽ ഗ്യാസ് പൈപ്പിംഗ് സിസ്റ്റം ടു സപ്ലൈ അണ്ടർ പ്രഷർ വൈൽ ഇൻലെറ്റ് സപ്ലൈ വർക്ക്. ഇവിടെ ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റുകളില് നിങ്ങൾ ഇത് മാത്രമല്ല കുറച്ചുകൂടി എക്സ്ട്രാ നമ്മൾ പറയേണ്ടതായിട്ടുണ്ട് കേട്ടോ. ആ ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പോയിന്റ്സ് അറ്റ് വിച്ച് കണക്ഷൻസ് ക്യാൻ ബി മെയ്ഡ് ടു ദ മെഡിക്കൽ ഗ്യാസ് പൈപ്പിംഗ് സിസ്റ്റം ടു സപ്ലൈ അണ്ടർ പ്രഷർ. നമുക്കിവിടെ മെഡിക്കൽ ഗ്യാസ് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇൻലെറ്റുകള് വാക്കം രണ്ടും ഉണ്ട് കേട്ടോ. മെഡിക്കൽ ഗ്യാസും അതുപോലെ തന്നെ വാക്കവും വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ഔട്ട്ലെറ്റ് ആണ്, രണ്ട് പോയിന്റുകളാണ് ഔട്ട്ലെറ്റും ഇൻലെറ്റും. അതിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്മളൊരു ഗ്യാസ് സിസ്റ്റം ഇല്ലേ, നമ്മുടെ വീട്ടിൽ ഗ്യാസ് സംവിധാനം ഇല്ലേ, ഗ്യാസ് ഇല്ലേ, ഗ്യാസില് നമ്മള് ഒരു റെഗുലേറ്റർ ഉണ്ട് അല്ലെ. നമ്മുടെ മെയിൻ ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് ഗ്യാസ് ആ ഒരു പൈപ്പ് വഴി വരണമെങ്കിൽ അത് ഏതിലൂടെയാ പുറത്തു വരുന്നത്? ആ ഒരു റെഗുലേറ്റർ വെക്കുമ്പോഴാണ് പുറത്തു വരിക.
അല്ലെ? ആ ഒരു റെഗുലേറ്ററിലൂടെയല്ലേ പുറത്തു വരുന്നേ? ആണോ? അത് ഇൻലെറ്റ് ആണ്. അതായത് പ്രധാനപ്പെട്ട ഈ പറയുന്ന പൈപ്പിംഗ് സംവിധാനത്തിലേക്ക് ഏത് സ്രോതസ്സിൽ നിന്നാണോ നമ്മുടെ ആ ഒരു ഗ്യാസ് വരുന്നത്, അവിടത്തെ ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ഇൻലെറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ ഒരു ഗ്യാസ് സംവിധാനത്തിലേക്ക് ഗ്യാസ് കടത്തിവിടാൻ സഹായിക്കുന്ന പോയിന്റ് ഇൻലെറ്റ്. ഇനി ഔട്ട്ലെറ്റ് എന്ന് പറയുമ്പോൾ പുറത്തേക്ക്. ഔട്ട്ലെറ്റ് ചെയ്താലപ്പോ നമ്മൾ ഔട്ട്ലെറ്റ് ചെയ്താപ്പോ ഗ്യാസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒന്ന് ആലോചിക്കുകയെ. ഔട്ട്ലെറ്റ് ചെയ്താപ്പോ നമ്മൾ ഗ്യാസ് പുറത്തേക്ക് കിട്ടുന്നത് ഏത് വഴിയാ? നമ്മുടെ ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് പുറത്തും നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൽ നിന്നും നമ്മുടെ ആ ഒരു സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴല്ലേ നമുക്ക് പുറത്തേക്ക് ഗ്യാസ് വരുന്നത്, അല്ലേ? അതാണ് ഔട്ട്ലെറ്റ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഒരു ഹോസ്പിറ്റലിനെ വെച്ച് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കാം. ഇൻലെറ്റ് ഇപ്പൊ ഇവിടെ മെഡിക്കൽ വാക്കംസും അതുപോലെ തന്നെ എന്താണ് മെഡിക്കൽ ഗ്യാസും റെഗുലേറ്റേഴ്സ് എന്താണ് മെഡിക്കൽ ഗ്യാസും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. വാക്കംസും ഒക്കെ നമുക്ക് ഔട്ട്ലെറ്റിലൂടെയും നമുക്ക് ഇൻലെറ്റിലൂടെയും കിട്ടുന്നുണ്ട്. രണ്ടും നമുക്ക് ഔട്ട്ലെറ്റിലൂടെയും ഇൻലെറ്റിലൂടെയും കിട്ടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വൈകുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവാണ്ട് വ്യത്യാസം മനസ്സിലാക്കി തരുന്നതാണ് മിസ്സേ. അപ്പൊ അത് ശരിക്കും നമ്മുടെ ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് ഇൻലെറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ മെഡിക്കൽ റൂമുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ ബിൽഡിങ്ങിനുള്ളിലായിരിക്കില്ല, മറിച്ച് നമ്മുടെ സ്രോതസ്സിന്റെ അവിടെയായിരിക്കും ഇൻലെറ്റ്. ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് ഏതാ? നമ്മൾ പറഞ്ഞില്ലേ സ്റ്റേഷൻ ഔട്ട്ലെറ്റ്, ആദ്യം ഒരു പിക്ചർ കാണിച്ചില്ലേ, സ്വിച്ച് പോലെയുള്ള ഭാഗം, അതാണ് ഔട്ട്ലെറ്റ്. അതിലൂടെ നമുക്ക് പുറത്തേക്ക് എന്ത് ചെയ്യാം? ഗ്യാസ് എടുക്കാം. അപ്പൊ ആ ഒരു ഗ്യാസ് ആ ഒരു പൈപ്പ് ലൈൻ സംവിധാനത്തില് കൊടുക്കണമെങ്കിൽ അത് ഇൻലെറ്റിലൂടെയാണ്. മനസ്സിലായോ? ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മറ്റത് കിട്ടും കേട്ടോ. എന്താണ് ഇൻലെറ്റ് ഔട്ട്ലെറ്റ് എന്ന് ചോദിക്കില്ല, പക്ഷെ അതൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിട്ട് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് എന്തെങ്കിലും എന്താവുന്ന ഒരു കൺഫ്യൂഷൻ വരുന്നതല്ല, അതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. അപ്പൊ ഇൻലെറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു മെയിൻ സോഴ്സിൽ നിന്നും പൈപ്പിംഗ് സംവിധാനത്തിലേക്ക് ഗ്യാസ് വിതരണം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് കൊടുക്കാൻ സഹായിക്കുന്നതാണ്. മനസ്സിലായോ? ഡിഫറൻസ് മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇവിടെ ഔട്ട്ലെറ്റ് പോയിന്റ്സ് ഇൻലെറ്റ് പോയിന്റ്സ് പറയുന്നുണ്ട്. അത് ഗ്യാസ് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പൊ അതിന്റെ ആ ഒരു കാര്യങ്ങൾ മാത്രം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. എന്താണ് ഔട്ട്ലെറ്റ്, എന്താണ് ഇൻലെറ്റ് എന്നൊന്നും ചോദിക്കില്ല. മെഡിക്കൽ ഗ്യാസസും വാക്വംസും പുറത്തേക്ക് വിതരണം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന രണ്ട് പോയിന്റ്സ് ആണ് ഔട്ട്ലെറ്റ്സും ഇൻലെറ്റും. അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. ഇനി ആറാമതാണ് സെക്കൻഡറി എക്യുപ്മെന്റ്. സെക്കൻഡറി എക്യുപ്മെന്റ് നമ്മൾ പറഞ്ഞു അല്ലെ, ഹോഴ്സസ് നമ്മൾ പറഞ്ഞില്ലേ. ഇപ്പൊ നമ്മുടെ വീട്ടില് നമ്മൾ ഹോഴ്സസ് ഉപയോഗിക്കാറില്ലേ ഗ്യാസ് കണക്ഷന് വേണ്ടിയിട്ട്? ഇടാറില്ല, ഹോഴ്സസ് ഇടാറില്ലേ? ഗ്യാസ് ഫ്ലോ മീറ്റർ. ഇപ്പൊ ഹോസ്പിറ്റലിലാകുമ്പോൾ ഗ്യാസിന്റെ ഫ്ലോ നിയന്ത്രിക്കാൻ വേണ്ടി ഫ്ലോ മീറ്ററുകൾ ഉണ്ടാവും, ഗേജസ് കൃത്യമായിട്ട് ഇത്രത്തോളം ഫ്ലോ ചെയ്യുന്നുള്ളത് മെഷർ ചെയ്യാൻ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി മെഷറിംഗ് ഡിസ്പ്ലേ ഡിവൈസുകൾ ഉണ്ടാവും, വാട്ടർ റെഗുലേറ്റേഴ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള നോട്ട് പാർട്ട് ഓഫ് പൈപ്പ് ലൈൻ സംവിധാനത്തിന്റെ ഭാഗമല്ലാത്ത കുറെ കാര്യങ്ങൾ നമ്മൾ കൊടുക്കും അല്ലെ. ഇപ്പൊ വീട്ടിലാണെങ്കിൽ നമ്മൾ ഹോസസ് യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ലൈറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട് ഇല്ലേ. ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ യൂസ് ചെയ്യുന്നതല്ലേ, ആ ഒരു സംവിധാനത്തിന്റെ ഭാഗമല്ലാതെ നമ്മള് അതിന്റെ എക്സ്ട്രാ യൂസ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ അല്ലേ? എന്താണ് ഉദ്ദേശിക്കുക? അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മുടെ സെക്കൻഡറി എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. ആ ഒരു പൈപ്പ് ലൈൻ സംവിധാനത്തിൽ ഉൾപ്പെടാത്ത വാക്വം റെഗുലേറ്റേഴ്സ്, പുറമെ എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്ന ഗേജസ്, കൃത്യമായിട്ട് മെഷർ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന ഗ്യാസ് ഫ്ലോ മീറ്ററുകള്, ഫോഴ്സസ് ഒക്കെയാണ് എന്തെന്ന് പറയുന്നത് ശരിക്കും സെക്കൻഡറി എക്യുപ്മെന്റ് ആയിട്ട് പറയുന്നത്. ഗ്യാസ് ആൻഡ് വാക്വം കൺസെപ്ഷൻ. ഇപ്പൊ ഗ്യാസും വാക്വം ഒക്കെ കൺസെപ്റ്റ് ചെയ്യാനും നമുക്ക് ഓരോരുത്തർക്കും ഉപയോഗിക്കുന്നതിന് വേണ്ടി ഇത് വളരെയധികം സഹായിക്കുന്ന ഉപകരണങ്ങൾ കൂടിയാണ്. And these items should be checked frequently as part of routine inspection procedures. അപ്പൊ സാധാരണ ഇൻസ്പെക്ഷൻ പരിശോധനയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യും. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മള് ഗ്യാസിന്റെ ആ ഒരു വാൽവ് അല്ലെങ്കിൽ ആ ഒരു പൈപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാറില്ലേ? ഇടയ്ക്ക് ലീക്കുണ്ടോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ഇടയ്ക്ക് പതിവായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാറില്ലേ? അതുപോലെ തന്നെ ഇവിടെയും ഈ സെക്കൻഡറി എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ആദ്യം എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പരിശോധിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങള് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിനുള്ള അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ഐഡിയ കിട്ടുള്ളൂ. ഓക്കെ. ഇനി ഭാഗങ്ങളൊക്കെ വളരെ സിമ്പിൾ ആണ്, അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു.